ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ 18ാമത്തെ പകൽ സെഷനിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം നൽകി തന്നു. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ്, കുഞ്ഞുങ്ങൾ ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് നാം ദൈവസന്നിധിയിൽ വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധാനത്തിലായിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇന്ന് ഒരു പണിയുന്ന ഒരു പകൽക്കാലമാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ ദിനരാത്രങ്ങളെല്ലാം നമ്മളെ പണിതുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെയും നമ്മെ പണിയുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മെ ശുദ്ധീകരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ സംഭവിക്കാം. എന്നാൽ ഈ ഒരു ഉപവാസ പ്രാർത്ഥന നമ്മെ ഒന്ന് മോൾഡ് ചെയ്ത് ഒരുക്കിയെടുക്കുന്ന, ഈ വാഹനമൊക്കെ ഒത്തിരി ഓടിയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റി അതിൻ്റെ കേടുപാടുകൾ തീർക്കുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളെ കേടുകൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന, ഹല്ലേലൂയ, ആത്മികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ. ആത്മിക അനുഗ്രഹങ്ങൾക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. മറ്റേതെല്ലാം രണ്ടാമതാ, ഭൗതികം. കർത്താവ് പറഞ്ഞത് എന്തോ? മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോട് ഇതൊക്കെ ദൈവം നമുക്ക് നൽകി തരും. എന്നാൽ ആത്മികമായൊരു പണി നമ്മെ ഒരുക്കിയെടുക്കുന്ന, കർത്താവിൻ്റെ തലയോളം നമ്മളൊന്ന് വളരുവാൻ, ആമേൻ, ഇതാണ് കർത്താവ് നമ്മിൽ കൂടെ പ്രതീക്ഷിക്കുന്നത്. ആ അനുഗ്രഹങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ നേടിയെടുക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ദൈവവചനം സംസാരിക്കുവാനായി പകലും രാത്രിയിലും സംസാരിക്കുവാൻ അയക്കപ്പെട്ട ബഹുമാന്യ പാസ്റ്റർ ഷാജി എം പോൾ, കർത്താവിൻ്റെ ദാസൻ, നമുക്ക് വളരെ സുപരിചിതനാണ്. നമ്മെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവദാസനാണ്. പവർ വിഷനിലൂടെ അനേകായിരങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ ദാസനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് വിശ്വാസമുണ്ട്, നമുക്കൊരു പുത്തൻ, ഹല്ലേലൂയ, ഒരു പുത്തൻ അഭിഷേകം പ്രാപിക്കത്തക്ക നിലയിൽ പുത്തൻ ആമേൻ ചിന്തകൾ മഞ്ഞിൽ പൊതിഞ്ഞ ആ മന്ന നമുക്ക് ദൈവം നൽകി തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ തലമുറകളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ ഷാജി എം പോൾ അവരുകളെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി ക്ഷണിക്കും. നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ വിശിഷിയാൽ തിരുവനന്തപുരത്ത് പാളയം PMJ ചർച്ചിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ വരുവാൻ ദൈവമായ കർത്താവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ സഭയിൽ നടന്ന ചെറുതും വലുതുമായ അനേക ഉപവാസ പ്രാർത്ഥനകളിൽ വരുവാൻ ദൈവമായ കർത്താവ് എനിക്ക് കൃപ തന്നു. ഇത്രയും നാൾ ദൈവകൃപയിൽ നിർത്തിയതിനായിട്ടും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. പതിവായി വർഷങ്ങളായി പോകുന്ന സഭകളിൽ ചെല്ലുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുപാട് ഓർത്ത് സ്തോത്രം ചെയ്യും. വീണ്ടും വീണ്ടും വരത്തക്ക രീതിയിൽ എന്നിലുള്ള ദൈവകൃപ നഷ്ടപ്പെടാതെ കർത്താവ് എന്നെ കാത്തതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ ആത്മാർത്ഥതയുടെ പരമാവധി എനിക്ക് ലഭിച്ച ദൈവിക വെളിപ്പാടനുസരിച്ച് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ ഉപവാസത്തിലും എന്നെ ഓർത്തതിനും എന്നെ ക്ഷണിച്ചതിനും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, സഭയുടെ അധ്യക്ഷനായി ദൈവത്താൽ നിയുക്തനാക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രാദേശിക സഭയുടെ പാസ്റ്ററും കൂടി, പ്രധാന പാസ്റ്ററും കൂടി ആയിരിക്കുന്ന പ്രിയ MA വർഗീസ് പാസ്റ്റർ, അതുപോലെ തന്നെ സ്തോത്രം, ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത തോമസ് കുട്ടി പാസ്റ്റർ, ബാക്കി ഇവിടുത്തെ കർത്തൃദാസന്മാർ, എൽഡേഴ്സ്, മാതാപിതാക്കൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, പാസ്റ്റർ പറഞ്ഞതുപോലെ, ഓരോ കൂടിവരവിനകത്തും ദൈവം നമുക്ക് വേണ്ടി പുതിയത് കരുതി വെച്ചിട്ടുണ്ട് എന്ന വലിയൊരു ചിന്ത നമ്മളെ ഭരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം കേൾപ്പിക്കുക മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക കൂടി ചെയ്യട്ടെ എന്നും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. സഭയെ ദൈവമായ കർത്താവ് ഈ പ്രദേശത്തും അതിൻ്റെ ചൈതന്യം കുറയാതെ, വീര്യം കെട്ടുപോകാതെ, ഇവിടെയുള്ള ആളുകൾക്ക് ആത്മാർത്ഥതയും വിശ്വാസവും തണുത്തു പോകാതെ ദൈവമായ കർത്താവ് വീണ്ടും കരുതുകയും സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അതിനായിട്ട് നിങ്ങളെയും സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുകയാണ്. എപ്പോഴും ഞാൻ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുമ്പോഴെല്ലാം എവിടെ അവസരം കിട്ടിയാലും ഓർപ്പിക്കുന്നത് പോലെ, ഞാൻ ദൈവവചനത്തെ അഗാധമായി സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ്.
അതിലുപരി ദൈവവചനത്തിൻ്റെ ശക്തിയെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ്. സ്തോത്രം. വചനത്തിൻ്റെ പ്രതാപം കാണിച്ചാൽ പിന്നെ അവിടെ വേറൊരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ്. എൻ്റെ മനസ്സെപ്പോഴും വേദപുസ്തകത്തിനകത്ത് ഏറ്റവും അധികം അന്വേഷിക്കുന്നത് ബൈബിളിൽ അല്ലെങ്കിൽ സ്തോത്രം തിരുവചനത്തിനകത്ത് കർത്താവ് അല്ലെങ്കിൽ ശിഷ്യന്മാർ, ശുശ്രൂഷകന്മാർ അവരുടെ ശുശ്രൂഷകളിൽ നടന്ന അസാധാരണമായിരിക്കുന്ന സംഭവങ്ങൾ, അത് ദൈവവചന ശുശ്രൂഷ നടക്കുന്നിടത്ത് സംഭവിക്കണം. വചനം കേൾക്കാൻ തൽപരരായിരിക്കുന്ന ആളുകൾ ഉള്ളിടത്ത് അത് സംഭവിക്കണമേ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ തിരുവെഴുത്തിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിനകത്തെ ഒരു വാക്യം കണ്ടു. ആ വാക്യം കണ്ടപ്പോൾ ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് പറയുന്ന വാക്യങ്ങൾ എനിക്ക് ഒത്തിരി ബൈബിളിലെ മറ്റേത് ഭാഗങ്ങളെക്കാൾ താല്പര്യമായതുകൊണ്ട് ഞാൻ ആ വാക്യത്തെ ചുറ്റിപ്പറ്റി മനസ്സിലാക്കി മറ്റു ഭാഷകളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്ത സമയത്ത് വചനത്തിൻ്റെ അസാധാരണത്വം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാനിടയായി തീർന്നു. 19-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു ഭാഗം എഴുതിയിട്ടുണ്ട്. അത് ഇന്നത്തെ കുറിവാക്യമല്ല, എങ്കിലും ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ ദൈവവചനത്തോട് നിങ്ങളുടെ മനസ്സേറ്റവും ഒന്ന് അടുപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ തിരുവചനത്തിലേക്ക് തന്നെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. 19-20 ഒരു ആമുഖം എന്ന വണ്ണം ദേവാക്യം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുമ്പോൾ കേട്ടോളുക. ഒന്ന് വായിച്ചു. കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. സ്തോത്രം. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആ സംഭവം നിങ്ങൾക്ക് അറിയാം. ആ പാരഗ്രാഫിനകത്ത് നടക്കുന്ന സംഭവം അറിയാം. സ്തോത്ര. സംഭവം ഇതാണ്. പൗലോസ് ആസിയിൽ സ്തോത്രം ശുശ്രൂഷകനായി അല്ലെങ്കിൽ കുറച്ച് നാളുകൾ അവിടെ തുറന്നോസിന്റെ പാഠശാല എടുത്ത് അവിടെ ദൈവത്തിന് വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മന്ത്രവാദികളായിരിക്കുന്ന ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് സ്തോത്രം യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുടങ്ങിയ സമയത്ത് അശുദ്ധാത്മാവ് ബാധിച്ചൊരു മനുഷ്യനിൽ ഉള്ള ദുരാത്മാവ് അവരുടെ മേൽ ഒരു സംഘമായിരുന്നു. അവരുടെ മേൽ ചാടി വീണ് അതിനോട് ബന്ധപ്പെട്ടവർ മുറിവേറ്റും നഗ്നരായി ഓടിപ്പോകേണ്ടിയൊക്കെ വന്ന സംഭവം ബൈബിൾ വായിക്കുന്ന ആളുകൾക്ക്, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റാണ്. നമുക്ക് സ്തോത്രം ചെയ്യാൻ വക തരുന്നതാണ് ആ ഒരു പാരഗ്രാഫ്. സ്തോത്രം. അപ്പോൾ ആ സംഭവത്തിൻ്റെ കൺക്ലൂഷനായിട്ടാണ്, ആ പാരഗ്രാഫിൻ്റെ അവസാനമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. അന്നവിടെ സംഭവിച്ചത്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭയമുണ്ടായി സ്തോത്ര നാട്ടുകാർക്ക്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെയും ദൈവവചനം പ്രസംഗിക്കുന്നവരെയും ഭയങ്കര ഭയമുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗം കാണുമ്പോൾ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിലൊക്കെ കർത്താവിൻ്റെ വചനത്തെയും ദൈവവചനം പ്രസംഗിക്കുന്നവരെയും പുച്ഛിക്കുന്ന കാലത്ത് സ്തോത്രം നമ്മുടെ ഭാഗത്ത് പോരായ്മയുണ്ടെങ്കിൽ അതെല്ലാം കർത്താവിനോട് ഏറ്റുപറഞ്ഞിട്ട് വചനത്തെയും വചന ശുശ്രൂഷിക്കുന്നവരെയും ദൈവമാക്കി വെച്ചവരെയും ഭയപ്പെടുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിനൊരു ദൈവപ്രവൃത്തി നടന്നാൽ സംഭവിക്കുമെന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ്. എന്നിട്ട് അവിടെ സംഭവിച്ചത് സ്തോത്ര ഹല്ലേലൂയ, അവര് മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കൂടി കൊണ്ടുവന്നപ്പോൾ അവിടെ ആ നാട്ടിൽ ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 19-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നു. ഒരു ചെറിയ സംഘം മാത്രമേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ. അവരുടെ മേൽ ഒരു വലിയ ആഘാതം സംഭവിച്ചപ്പോൾ മന്ത്രവാദം ചെയ്ത് നടന്ന പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? പുറത്തു വരാതെ ഒതുങ്ങിയിരുന്ന പലരും ക്ഷുദ്രപ്രയോഗം ചെയ്ത് ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും. അപ്പൊ ആ നാട്ടിൽ അതൊരു സ്ഥിരം പരിപാടിയായിരുന്നു. സ്തോത്രം. ഒരു നടപടി ദൈവമായ കർത്താവ് ചെയ്തപ്പോൾ ഒളിച്ചിരുന്ന പലരെയും ദൈവം പുറത്തു കൊണ്ടുവന്നു. ഈ പ്രാർത്ഥനയുടെ 18-ാമത്തെ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ മറഞ്ഞിരുന്ന് പോരാടുന്ന ചില ശക്തികളെ ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ആത്മാവിൽ ഞാൻ ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ ഓർപ്പിക്കാം, നമ്മുടെ കണ്ണിൽ പെട്ട ചിലതേ ഉള്ളൂ. എന്നാൽ കണ്ണിൽ പെടാതെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ മറഞ്ഞിരുന്ന് വീണ്ടും പോരാടാൻ ശ്രമിക്കുന്നതിനെ കൂടെ ഇന്ന് പകൽക്കാലം 18-ാമത്തെ പകൽക്കാലം ദൈവം തീയിലേക്ക് വലിച്ചെറിയണം. അതിന്റെ പുറകിലെ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കർത്താവേ, പ്രത്യക്ഷ
പ്രത്യക്ഷത്തിൽ കണ്ടതിനേക്കാൾ അപ്പുറം ചിലത് പതുങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു വ്യാഖ്യാനം ഇവിടെ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പാട് പറയുന്നു, നമ്മൾ കാണാത്ത ചിലതിനെ, അത് ശരീരത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും തലമുറയിലാണെങ്കിലും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ല, ഇത് കഴിയുമ്പോൾ മറഞ്ഞിരുന്ന് പോരാടാൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളെ കൂടെ ഈ പ്രാർത്ഥനാ ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ കൂടെ പിടിച്ചു തീയിലിടുന്ന ഒരു പകലായി ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ സംഭവിക്കും. ശക്തിയായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ. അത് തന്നെ വിശ്വസിക്കുന്ന ആളുകൾ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കേ. ഒരു ഭയം വീഴട്ടെ, ദൈവത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. എല്ലാ നാമം പോലെ അല്ല യേശുവിന്റെ നാമമെന്ന്, എല്ലാ പവർ പോലെ അല്ല ഹോളി സ്പിരിറ്റ് എന്ന് തിരിച്ചറിയുന്ന ചില തലങ്ങൾ ദൈവമായ കർത്താവ് വെളിപ്പെടുത്താനിടയാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മന്ത്രവാദ പുസ്തകങ്ങൾ പലതും കൊണ്ടുവന്ന് ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു. അതിന്റെ കാരണം എന്താ? സ്തോത്രം, അവരെ വിശ്വസിച്ചിരുന്നതിനേക്കാൾ വലുതാണ് ദൈവശക്തി എന്നവർ തിരിച്ചറിഞ്ഞു. സ്തോത്രം. അല്ലെങ്കിൽ അതിന് ചുട്ടുകളയൽ. അവർ വിചാരിച്ചിരുന്നത്, അവരറിഞ്ഞിരുന്നതാണ്, അവർ പഠിച്ചിരുന്നതാണ്, അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഏറ്റവും ശക്തി എന്നാണ് വിചാരിച്ചത്. എന്നാൽ അല്പം താമസിച്ചാണെങ്കിൽ അവരറിഞ്ഞു അതിനേക്കാൾ ശക്തി ഉള്ളതുണ്ടെന്ന്. ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ചാർച്ചക്കാര്, വീട്ടുകാരറിയട്ടെ, അവര് വിശ്വസിച്ചതിനേക്കാൾ അപ്പുറമായതിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ അമിത വിശ്വാസത്തോടെ കർത്താവിന് നന്ദിയോടെ അമിത വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. കർത്താവേ, അതുകൊണ്ടാണ് ഇതിനേക്കാൾ വലുത് വെളിപ്പെടുമ്പോൾ സ്തോത്രം, അവര് വിശ്വസിച്ചതിനേക്കാൾ അവരറിഞ്ഞതിനേക്കാൾ വലുത് വെളിപ്പെടുമ്പോൾ അവരുടേത് അവരില്ലാതാക്കിയിട്ട് ഈ മാർഗത്തിലേക്ക് ചേരട്ടെ. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. ഇന്ന് പലക്കാലം ഈ വിധ കാര്യങ്ങൾ നടക്കാനാണ് 18ാമത്തെ ദിവസം ശുശ്രൂഷിക്കാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവമായ കർത്താവ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മളെ അറിയിക്കും. ഒരുപക്ഷെ 18 ദിവസം കേൾക്കാത്ത ദൂതുകൾ ചിലപ്പോൾ കേൾപ്പിച്ചേക്കാം. പക്ഷേ അത് പുതുതാണെങ്കിലും പഴയതാണെങ്കിലും പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ചാർച്ചക്കാർ അറിയണം, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ അറിയണം, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ അറിയണം, അവരുടെ ശക്തിയേക്കാൾ വലിയ ശക്തിയാണ് ഇവരിൽ വ്യാപരിക്കുന്നത്, ഇവര് പ്രസംഗിക്കുന്നത് എന്ന അറിവാണ് അവരുടെ പുസ്തകങ്ങളെ അവര് കത്തിക്കാനിടയായത്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. വിശ്വസിച്ച് എൻ്റെ ഉള്ളം ഭയങ്കരമായിട്ട് തിളച്ചു മറിയുന്നു. കർത്താവിന്റെ ആത്മാവ് നാടകവേദിയിൽ എന്നവണ്ണം പല കാര്യങ്ങൾ ഈ വാക്യത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെ കാണിക്കുന്നു. ഞാൻ ഈ അടിയിലത്തെ വാക്യം 20ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് അവിടെ കയറി നിന്നത്. പക്ഷേ 19ാമത്തെ വാക്യമൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചതല്ല. നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ഈ കാര്യത്തെ ഈ വിധത്തിൽ ബോധ്യമാക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വിശ്വാസത്തെയും ആത്മീയതയെയും വിമർശിക്കുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകണം, അപ്പൻ വിശ്വസിക്കുന്നതിന് എൻ്റെ പോളിസിയേക്കാൾ ശക്തിയുണ്ട് എന്ന് അവര് തിരിച്ചറിഞ്ഞാൽ, നമുക്കറിയാം നമ്മളോട് അസൂയ കയറി നമ്മുടെ സുവിശേഷകന്മാരുടെ കയ്യിൽ നിന്ന് സുവിശേഷ പ്രതികളും ബൈബിളും മേടിച്ച് സ്തോത്രം അസൂയ കൊണ്ടും പിണക്കം കൊണ്ടും സ്തോത്രം പരാജയ ഭീതി കൊണ്ടും നമ്മുടെ ബൈബിള് മേടിച്ച് അവര് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ സുവിശേഷകന്മാരെ തല്ലിയിട്ടുണ്ട്, ബൈബിള് കീറിയിട്ടുണ്ട്, ട്രാക്റ്റ് മേടിച്ച് കത്തിച്ചിട്ടുണ്ട്, സ്തോത്രം ബൈബിള് കത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അപ്പോസ്തലന്മാർ അവരുടെ മന്ത്രവാദ പുസ്തകം മേടിച്ച് കത്തിച്ച് നല്ല എഴുതിയത് അവര് തന്നെ കത്തിച്ചപ്പോൾ അവരുടെ അതിന്റെ ചിന്ത ഇതാണ്, അവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇനി പ്രയോജനമില്ല.
സ്തോത്രം. ഇന്ന് പകലിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ മനസ്സ് പറയുന്നു, ചിലര് മുറുകെ പിടിച്ചിരിക്കുന്ന ആദർശം കൊണ്ട് ഇനി പ്രയോജനമില്ലെന്ന് ഇപ്രാവശ്യത്തെ ഉപവാസം കൊണ്ട് സ്വർഗം തെളിയിക്കണം. അമിതമായ വിശ്വാസം ആ കാര്യത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗം അത് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. ദൈവം അതിന് വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ഒരു മന്ത്രവാദ പുസ്തകം അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് 20-ാമത്തെ വാക്യമാണ്. അങ്ങനെയൊക്കെ അവർ ചെയ്തു. 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്കാണ്, ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. സ്തോത്രം. 3 വാക്കുകൾ വചനത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ട്. ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആ ശക്തിയോടെ പരന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കിന് വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ഞാൻ ഇപ്പോൾ സ്തോത്ര ആ വാക്കോടെ നോക്കുകയായിരുന്നു. ഓക്സിയാനോ സ്തോത്രം എന്ന് പറയുന്ന AUXANO സ്തോത്രം എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റ് പലതിനെയും ഒതുക്കിക്കൊണ്ടുള്ള വളർച്ച. നിങ്ങൾക്കറിയാം, ചില മരങ്ങൾ സ്തോത്രം ചില സ്ഥലത്ത് കൊണ്ട് നട്ടാൽ ആ മരം വളർന്നു വന്നാൽ അതിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന മരങ്ങളെ ഒതുക്കിക്കളയും. സ്തോത്രം. ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും ചില മരങ്ങൾ വളർന്ന് മോളിൽ കയറി കഴിഞ്ഞാൽ ചോട്ടിൽ നിന്ന് കൃഷി ചെയ്യുന്നവർക്കറിയാം അതിനെ പിന്നെ ഒതുക്കിക്കളയും. അത് പിന്നെ കായ്ക്കുകയല്ല, വളരുകയല്ല. അത് നാണം കുണുങ്ങി അവിടെ നിൽക്കുകയുള്ളൂ താഴെയുള്ളത്. പിന്നെ ഇത് മോളിൽ വന്നാൽ മറ്റത് ഒതുങ്ങും. അങ്ങനത്തെ ഒരു പ്രയോഗമാണ് ഈ വാക്കിനെന്നാണ് സ്ട്രോങ് സ്തോത്രം ഡിസിഷൻ എന്ന് അറിയപ്പെട്ടിരിക്കുന്ന ഈ വാക്കിന്റെ അർത്ഥം എഴുതിയിരിക്കുന്ന ഒരു വേദപണ്ഡിതൻ എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം എന്താ? ഈ നാട്ടിൽ പൗലോസ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ വചനം എല്ലാത്തിന്റെ മീതെ പരന്നപ്പോൾ അവിടത്തെ മറ്റു പലതിനെയും വചനം ഒതുക്കി കളഞ്ഞെന്ന്. സ്തോത്ര. വചനം ശുശ്രൂഷിക്കുന്നവരും വചനം പറയുന്നവരും ഇതുപോലത്തെ ഒരു വേദി കിട്ടിയില്ലെങ്കിലും നോട്ടീസിൽ പേര് വന്നില്ലെങ്കിലും നാൽക്കവലയിൽ നിന്നുകൊണ്ട് വചനം പറയുന്നവരാണെങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് വചനത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. എന്നെ ഏൽപ്പിച്ച ദൈവത്തിന്റെ വചനം അത് വേണ്ടും വണ്ണം ശക്തിപ്പെട്ടാൽ, വേണ്ടും വണ്ണം അത് വ്യാപരിച്ച് അതുവരെ തറയെടുത്ത് നിൽക്കുന്ന ചില വിഷയങ്ങളെ വചനം ഒതുക്കിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വചനം ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായി ഇനി വളർച്ചയില്ല, സ്തോത്രം, ഇനി നടക്കുകയില്ല. അതുകൊണ്ട് അവരുടെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന മന്ത്രവാദികളുടെ പുസ്തകങ്ങളെ കത്തിച്ചത്. ഈ പകൽക്കാലം ഹല്ലേലൂയ ബ്രെയിൻ വാഷ് ചെയ്തതല്ല, സ്തോത്രം, ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതല്ല, പ്രവചിച്ച് പേടിപ്പിച്ചതല്ല. പച്ചയ്ക്ക് വചനം പറഞ്ഞാൽ, വചനം വളർന്നാൽ ചില വിഷയങ്ങൾ ഒതുങ്ങും. ഇന്ന് പകലിൽ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുന്നില്ല, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ശരീരത്തിലും വ്യാപരിച്ചു നിൽക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിൽ വചനം ഒതുക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ അത് സംഭവിക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാകും? ആത്മശക്തിയോടെ ദൈവകൃപയോടെ കർത്താവിനെ നന്നായി സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ വേറൊന്നുമില്ല, വചനമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഈ വക വചനങ്ങളോട് ഭയങ്കര ആത്മാർത്ഥതയാണ്, ഭയങ്കര പ്രണയമാണ്, ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് ചില വിഷയങ്ങളെ പ്രസംഗിക്കാൻ വന്ന ഞാനല്ല, എൻ്റെ അതരത്തിൽ തരുന്ന വചനം ചില വിഷയങ്ങളെ ഒതുക്കും. വിഷയങ്ങളുടെ മീതെ വചനം വളരും. അങ്ങനെ വളരുമ്പോൾ ഇപ്പോൾ ഈ രാവിലെ സ്തോത്രം പ്രസംഗിക്കാൻ തുടങ്ങാൻ കുറിവാക്യം വായിക്കാൻ പോവുക. ഇന്ന് വായിക്കുന്ന വാക്യങ്ങൾ അത് ആത്മാവിൽ വിശദീകരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് വ്യാപരിച്ചു നിൽക്കുന്ന രോഗശക്തികളെ ഞാൻ ഇറങ്ങി വന്നില്ലെങ്കിലും, യോഗം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുക്ക വന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിലും, എൻ്റെ ഈ കൈ വെച്ചില്ലെങ്കിലും, നിങ്ങൾ ഉറങ്ങാതെ മയങ്ങാതെ സ്തോത്രത്തിൽ ജാഗരിച്ച് ആത്മാവിൽ ചാടി പിടിക്കാൻ ഒരുങ്ങിയിരുന്ന ചില വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം വചനം ഒതുക്കി തുടങ്ങാൻ പോകുകയാണ്. അന്യഭാഷയിൽ ആത്മനിറവിൽ അത്യന്ത ശക്തി ദൈവകൃപയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ഇല്ല ഹല്ലേലൂയ, രാജസദസ്സുകളിൽ കഥകളി കാണാൻ ഇരിക്കുന്നവരെ പോലെ PMG ചർച്ചിൽ ആരുമില്ലെന്ന് ഞാൻ വിചാരിക്കുക.
ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു സമയം പോക്കിന് ഒരു അന്തിമയങ്ങുന്ന നേരത്ത് ക്രമീകരിച്ച ഒരു സെലിബ്രേറ്റീവ് പ്രോഗ്രാം അല്ല 21 ദിവസത്തെ ഉപവാസം, മറിച്ച് ചില വിഷയങ്ങളെ ഈ മാസം ഒതുക്കണം. വചനം ഒതുങ്ങത്തില്ലെന്ന് വാദിക്കുന്ന വിഷയങ്ങൾ, ശാരീരിക രോഗങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ചില കുടുംബ പ്രശ്നങ്ങൾ, ചില തലമുറയുടെ ചീത്ത സ്വഭാവങ്ങൾ, നിന്റെ മേലുദ്യോഗസ്ഥൻ നിന്നോട് കാണിക്കുന്ന ചീറ്റിങ്, നിന്റെ കുഞ്ഞുങ്ങൾ ജോലിക്ക് പോയിരിക്കുന്ന സ്ഥലത്ത്, പഠിക്കാൻ പോയിരിക്കുന്ന മണ്ഡലത്തിൽ അവർക്ക് വിരോധമായി പൊങ്ങി നിൽക്കുന്ന ചില അന്ധകാരത്തിന്റെ ശക്തികൾ, അവരെ ഡിപ്രസ്ഡ് ആക്കാൻ നോക്കുന്ന വ്യാപാരങ്ങൾ, അവരുടെ സഭയിൽ ഉപവാസം നടക്കുമ്പോൾ ഇവിടെ തരുന്ന വചനം കൊണ്ട്, ചുറ്റിക കൊണ്ട് അടിച്ചൊതുക്കുന്നത് പോലെ ചില എതിരാളികളെ, എതിർ ശക്തികളെ, അതിന്റെ വ്യാപാര മണ്ഡലങ്ങളെ ദൈവത്തിന്റെ വചനം പണ്ട് ആസിയിൽ നടന്നതുപോലെ കൃപയേ 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 കൃപയേ. വചനത്തിന്റെ ശക്തിയെ അറിഞ്ഞിട്ട് നമുക്ക് വചനത്തിലേക്ക് കയറാം. വചനത്തിന്റെ പ്രതാപത്തെ അറിഞ്ഞിട്ട് നമുക്ക് വചന ശുശ്രൂഷകരാകാം. ഇന്നത് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് വചനത്തിന് മുമ്പിലിരിക്കാം. കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. 20ാമത്തെ വാക്യം നിങ്ങൾ അടിവരയിട്ട് പ്രാർത്ഥിക്കണം. ഉപവാസം തീരാൻ ഇനി ചില ദിവസങ്ങളേ ഉള്ളൂ. ഈ ഡിസംബർ മാസത്തിൽ അടുത്ത വർഷത്തേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ജീവിതത്തിൽ 2-3 കൊല്ലമായി നിൽക്കുന്ന വിഷയം, ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൽ കർത്താവിൻ്റെ വചനം, മലയാളത്തിൽ നമുക്ക് ഇത്രയും കിട്ടുള്ളൂ, ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു എന്ന്. സ്തോത്രം. ചിന്തിച്ചാൽ അർത്ഥവ്യാപ്തിയാണ്, പക്ഷെ അതിൻ്റെ സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് മനസ്സിലാകും. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് വചനത്തിനൊരു കഴിവുണ്ട്. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ അവർക്കെതിരെ നിൽക്കുന്ന പോരുകളെ വചനം കയറി ഒതുക്കിക്കളയും. ഇനി ആ ദുഷ്ടന്റെ ഒരു തൈകളും ഫലം കായ്ക്കുകയല്ല, അതിനി പൂക്കുകയല്ല, അതിനകത്ത് ഇനി ഒരു തളിർപ്പുണ്ടാകുകയല്ല, അതിനകത്ത് ഇനി ഫലമുണ്ടാകുകയല്ല. കാരണം നിന്റെ ജീവിതത്തിൽ വിഷയങ്ങൾക്ക് മീതെ വചനം കയറാൻ തുടങ്ങി. പ്രശ്നങ്ങൾക്ക് മീതെ വചനം ഇടപെടാൻ തുടങ്ങി. ശാരീരിക വേദനകൾ, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടായിരിക്കുന്ന രോഗലക്ഷണങ്ങൾ, അതിനെല്ലാം ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ, അധികം താമസിക്കരുത്. യോഗം സ്വതന്ത്ര ഉപവാസം തീരുന്ന ശനിയാഴ്ച വരെ വെച്ചോണ്ടിരിക്കരുത്. ഇന്ന് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന രോഗശക്തിയെ വചനം കയറി ഒതുക്കണമേ. എൻ്റെ ശരീരത്തിൽ നിന്ന് നിർവീര്യമാക്കണമേ, അതിനെ ഇല്ലാതാക്കണമേ. ഞാൻ നിന്റെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ, ദൈവമേ, ദൈവത്തിന്റെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ എൻ്റെ ആയുസ്സിനെ ബാധിക്കുന്ന, എൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന, എൻ്റെ പണത്തെ ചോർത്തിക്കളയാൻ നോക്കുന്ന ചില വിഷയങ്ങളെ ദൈവമേ നീ ഒതുക്കണമേ. ശബനം ധരയം ശകന റിഗന ധരയ ചാര തലറിക്കന രഗദന വൈഡബരേദ ശമനം തുരയം ശകനം ധരയം ശംധന റീക്കന രഗദേ ശബനഗരിഗദന ജനദന റിഗദന ജനബ പ്രൗഢന വാദന റീക്കന രേദന രംശേ. ഓൺലൈനിൽ ഞങ്ങൾ കാണുന്നവരടക്കം, എപ്പോഴെങ്കിലും PMGയുടെ ഈ മീറ്റിംഗ് ഓൺലൈനിൽ കാണുന്നവരടക്കം ഇന്ന് പകലിൽ വിശ്വസിച്ചുകൊണ്ട് വചനം ചില വിഷയങ്ങളെ ഇന്ന് ഒതുക്കിക്കളയുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ശുശ്രൂഷയിൽ പൊങ്ങി വരാൻ കഴിയാത്തവരുണ്ടെങ്കിലും, പ്രാർത്ഥിച്ചൊരുക്കി വെക്കുന്ന കാര്യങ്ങൾ വേണ്ടും വണ്ണം വെളിപ്പെടുത്താൻ കഴിയാത്തവരുണ്ടെങ്കിൽ, നമ്മളിൽ പകർന്നിരിക്കുന്ന കൃപയ്ക്ക് തക്കവണ്ണം കാര്യങ്ങളെ ബോധിപ്പിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ആ ശക്തി അതിൻ്റെ രീതിയിൽ വെളിപ്പെടാതിരിക്കാൻ, അതിൻ്റെ വീര്യം കെടുത്തിക്കളയാൻ വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ടശക്തിയെ വചനം കയറി ഒതുക്കി 21 ദിവസങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവം തന്റെ ദാസന്മാരിലൂടെ തരുന്ന വചനം, ആ വചനം കയറി ഒതുക്കാൻ തുടങ്ങട്ടെ. ദൈവം അത് ചെയ്യും. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് പകലിൽ എനിക്ക് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ കർത്താവേ,
ഞാൻ ദൈവമക്കളുമായി പങ്കുവെച്ചു. ഇന്നിവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരും ദൈവമക്കളുമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊറ്റ ഉദ്ദേശമുള്ളൂ, ഇന്ന് ചില വിഷയങ്ങളെ വചനം ഒതുക്കണം. കർത്താവിൻ്റെ വചനം പ്രബലപ്പെടണം. ഞങ്ങളുടെ തലയ്ക്ക് മീതെ അത് നിൽക്കണം. ഞങ്ങളുടെ ദേശത്ത് വ്യാപരിക്കുന്ന പരമ്പരാഗത ശക്തികൾക്ക് മീതെ ദൈവത്തിൻ്റെ വചനം കേറി വളരണം. അത് ദേശം തിരിച്ചറിയണം. ശരീരത്തിലും മനസ്സിലും കുടുംബത്തിലും തലമുറയിലും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ഏതൊക്കെ മണ്ഡലത്തിലാണോ ഞങ്ങൾക്ക് വചനമല്ലാതെ വേറൊന്നുമില്ല. കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഉപഗ്രന്ഥങ്ങളില്ല കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ ദൈവസന്നിധിയിൽ തിരുവെടുത്തല്ലാതെ മറ്റൊന്നും പ്രമാണമായി കൈക്കൊണ്ടിട്ടില്ല. ഞങ്ങൾക്ക് സഭാചരിത്രം സ്തോത്രം കാതലായിട്ടൊന്നുമില്ല. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് തിരുവെടുത്തേ ഉള്ളൂ. അതിന്ന് ചില വിഷയങ്ങളെ ഒതുക്കണം. ഞങ്ങൾക്കധികം പാരമ്പര്യം പറയാനില്ല, ഞങ്ങൾക്ക് വചനമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, സ്വർഗം ഇന്ന് ചില വിഷയത്തെ ഒതുക്കണേ. അതിനു വേണ്ടി അടിയൻ പ്രസംഗിക്കാം. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരമുയർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ എല്ലാവരും കൂടെ. ഇന്നത്തെ ദൈവാലോചനയ്ക്ക് വേണ്ടി 2 വാക്യങ്ങൾ വായിച്ച് അതിനോടനുബന്ധപ്പെട്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ചില വാക്യങ്ങൾ കൂടെ പുറകോട്ടും മുമ്പോട്ടും ഒക്കെ ഇറങ്ങിയും കയറിയും വായിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19 തന്നെയാണ് ആദ്യത്തെ വാക്യം വായിക്കേണ്ടത്. 19-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം. 19:23, അതിനുശേഷം 20:1. 2 വാക്യങ്ങളാണ് വായിക്കേണ്ടത്. എല്ലാവരും ബൈബിൾ നിവർത്തുക. അപ്പോസ്തല പ്രവൃത്തി 19-ന്റെ 23-ഉം 20-ന്റെ 1-ഉം വായിച്ചു കേൾപ്പിക്കും. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി. വേണ്ട, ആദ്യത്തെ വാക്യം മാത്രം. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹം ഉണ്ടായി. ഇനി 20-ന്റെ 1 മതി. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. തൽക്കാലത്തേക്ക് ആദ്യത്തെ വാക്ക് മാത്രം മതിയായിരിക്കും. കലഹം ശമിച്ച ശേഷം. 19-ന്റെ 23-ൽ കലഹം തുടങ്ങി, 20-ന്റെ 1-ൽ കലഹം ശമിച്ചു. സ്തോത്രം. തുടങ്ങിയ കലഹം എങ്ങനെ ശമിച്ചു? സ്തോത്രം. അത് ശമിക്കാൻ എന്ത് ചെയ്തു എന്നതിലേക്കാണ് ഈ സന്ദേശം വെളിച്ചം വീശുന്നത്. സ്തോത്രം. അതിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ അധ്യായത്തെ കേന്ദ്രീകരിച്ച് തന്നെ നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയാൻ ആഗ്രഹിക്കുന്നു. കൃപയാൽ രാവിലെയും വൈകുന്നേരം 2 സെക്ഷൻ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ രാവിലത്തെ സെക്ഷനിൽ ഒരുപാട് ധൃതി പിടിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. അഥവാ പകല് ഈ ഭാഗങ്ങൾ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കുന്നത് പറഞ്ഞു തീർന്നില്ലെങ്കിൽ വൈകുന്നേരം കൂടി പറയാലോ എന്നൊരു സമാശ്വാസം അകത്തുള്ളത് കൊണ്ട് ഒരല്പം പശ്ചാത്തലങ്ങൾ പറഞ്ഞത് വിശദീകരിച്ച് ദൈവസന്നിധാനത്തിൽ നിങ്ങളുടെ ചിന്തയെ ഉറപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 19-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷ ജീവിതത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരു വഴിത്തിരിവിലേക്കുള്ള സ്തോത്രം ഒരു കടന്നുകയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ശരിക്കും ഇവിടം മുതൽ സംഭവിക്കുന്നത്. സ്തോത്രം. അതിന് തുടക്കം കുറിക്കുന്ന രീതിയിൽ 23-ൽ നമ്മൾ വായിച്ചു. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി ഭയങ്കര കലഹമുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്. ആ കാലത്ത് എന്ന വാക്ക്. ആ കാലത്ത്. സ്തോത്രം. ഞാൻ ഈ വാക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതോ പ്രസംഗത്തിന്റെ ഒരു ആമുഖത്തിന് വേണ്ടി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ വാചകങ്ങളെ വീണ്ടും പഠന വിഷയമായപ്പോൾ, അപ്പോസ്തല പ്രവൃത്തി പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായിരിക്കാൻ സ്തോത്രം ഒരു പൊതു ശുശ്രൂഷകനും സഭാ ശുശ്രൂഷകനും എന്ന നിലയ്ക്ക് അനേക ആവർത്തിച്ച് വായിക്കുകയും അതിനകത്തുള്ള പല കാര്യങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുകയും ദൈവസന്നിധിയിൽ അതിൽ നിന്ന് ദൈവമക്കളെ പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആവർത്തിച്ച് വായിക്കുമ്പോൾ വീണ്ടും അതിനകത്തുനിന്ന് ഉറവ തെളിയുന്നത് പോലെ ഇതുവരെ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ദൈവാത്മാവ് ബോധ്യമാക്കി തരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. അപ്പോസ്തല പ്രവൃത്തിയിൽ 6 പ്രാവശ്യം ആ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ 6 ഘട്ടങ്ങളായി തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലത്ത് എന്ന് പറയുന്നത് സ്തോത്രം, ഹല്ലേലൂയ,
എപ്പോഴും അപ്പോസ്തല പ്രവൃത്തിയിൽ ആ കാലത്ത് എന്ന് പറഞ്ഞു തുടങ്ങിയ ഭാഗമെല്ലാം ഞാൻ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ആ വിഷയം വീണ്ടും സമയം കിട്ടിയപ്പോൾ പഠിക്കാൻ നോക്കിയപ്പോൾ അന്നേരമെല്ലാം സംഭവിച്ചത് ആ കാലത്തെന്ന് പറയുമ്പോഴെല്ലാം ഒരു ഷിഫ്റ്റിംഗ് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു വലിയ ടേണിംഗ് പോയിന്റ്, ഒരു വലിയ പുതിയ തുടക്കം, ഒരു വലിയ ആരംഭം. സ്തോത്രം. അത് ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ തുടങ്ങുകയാണ് 6 ഘട്ടങ്ങളിലായി അപ്പോസ്തല പ്രവൃത്തിയിൽ. ഞാൻ 6 നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. വേണ്ടതിൽ നിന്ന് ചില ദൂതുകൾ നിങ്ങളോട് പറയുകയും ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം ആ കാലത്ത് എന്ന വാക്ക് കാണുന്നത് 1:15 1:15 ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് മതി. അവിടെ നമുക്ക് ആ വാക്ക് കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെയാണ് ആദ്യം എഴുതിയിരിക്കുന്നത് ആ കാലത്ത്. സ്തോത്രം. ആ കാലത്ത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവായി നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമാക്കപ്പെട്ടു. ആ സംഭവം യഹൂദന്മാരുടെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കർത്താവിനെ സ്തോത്ര ക്രൂശിലേക്ക് നയിച്ചത് ശിഷ്യഗണത്തെ വല്ലാതെ ഭയപ്പെടുത്തി. അവർ യഹൂദന്മാരെ പേടിച്ച് കതകടച്ചിരിക്കുമ്പോൾ എന്നൊരു വാക്ക് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെ ഭയപ്പെടുത്തി. അങ്ങനെ യഹൂദന്മാരെ ഭയപ്പെട്ട് അവർ കതകടച്ചിരിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. അങ്ങനെ കതകടച്ചിരിക്കുന്ന സമയം അപ്പോൾ അവര് കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്തോത്രം അനേക ഘട്ടങ്ങളിലായി സ്തോത്രം പലർക്കും കർത്താവ് പ്രത്യക്ഷനായി. സ്തോത്രം. എൻ്റെ പഠനം ശരിയാണെങ്കിൽ 13 പ്രാവശ്യം യേശു പ്രത്യക്ഷമായിട്ടുണ്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിനേക്കാൾ മുമ്പ്. സ്തോത്രം. അത് നിങ്ങൾ വേണമെങ്കിൽ പഠിക്കാൻ താല്പര്യം. ഇതൊക്കെ ഒരു വലിയ ഡീപ്പായ പ്രസംഗ വിഷയമാണ്. സ്തോത്ര, ഹല്ലേലൂയ. 13 ആവർത്തി. സ്തോത്രം. വേണമെങ്കിൽ ഒരു 2-3 ദിവസം പ്രസംഗിക്കാം. നന്നായിട്ടത് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ പഠിക്കാം. സ്തോത്രം. ഈ 13 പ്രാവശ്യം ചുമ്മാ യേശു പോയ വഴിക്ക് പ്രത്യക്ഷമായില്ല. ഈ 13 പ്രാവശ്യം യേശു പ്രത്യക്ഷമാകുമ്പോൾ മനസ്സ് കലങ്ങി തകർന്നിരുന്നവരെ കർത്താവ് വെളിപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. സ്തോത്രം. 1-2 ഞാൻ സാമ്പിളിന് പറയാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മതി. സ്തോത്രം. ലളിതമാണ്. കർത്താവ് ഉയർത്തതിന് ശേഷം എത്ര അധ്യായമുണ്ട്, അത് വായിച്ചാൽ നമുക്കിതെല്ലാം പിടികിട്ടുന്ന കാര്യമുള്ളൂ. സ്തോത്രം. കല്ലറത്തോട്ടത്തിൽ മറിയ നിന്ന് കരയുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടില്ലേ? സ്തോത്രം. യോഹന്നാൻ 20 അവിടെ നിന്ന് കരയുകയാണ്. എല്ലാവരും പോയിട്ടും, ഏറ്റവും അടുത്തിരുന്ന ശിഷ്യന്മാർ പോലും പോയിട്ടും പോകാതെ മനസ്സുകൊണ്ട് ഉരുകി സ്തോത്രം അവൾ കല്ലറയ്ക്കകത്തേക്ക് കുനിഞ്ഞു നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൂതന്മാർ കല്ലറയ്ക്കകത്തിരുന്ന് പറയുന്നു, കരയണ്ട, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരച്ചിൽ നിർത്തുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ വേദപുസ്തകത്തിൽ കണ്ടൊരു കാര്യം ചേർത്ത് പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ആര് ക്ഷമയോടെ ഒരു വിടുതലിന് വേണ്ടി കാത്തു നിൽക്കുന്നു അവരെ ദൈവം കൈവിടിയല്ല. ആത്മീകതയുടെ ഒരു പ്രത്യേകത പറയാം. അത് ഉപദേശിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ധൃതി പിടിക്കുന്നവർ ഇതിനകത്തുനിന്നൊന്നും പ്രാപിക്കുകയല്ല. എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ, എന്തെങ്കിലും നടക്കണമെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ അല്പം നിൽക്കണം. എനിക്ക് തോന്നുന്നു പഴയ നിയമത്തിലെ ശൗലിനോടാന്ന് തോന്നുന്നു ദൈവം പരിശുദ്ധാത്മാവിൽ ശൗമേലിനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കാൻ നീ അല്പം നിൽക്കുക. സ്തോത്ര, ഹല്ലേലൂയ. ആധുനിക ട്രാൻസ്ലേഷൻ ഉണ്ട്, അല്പം നിൽക്കുക എന്നുള്ള വാക്ക് സഭ്യമാണ്, നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ചില വാക്കുകൾ, നമ്മൾ പുതിയ ചില വാക്കുകൾ കാണുമ്പോൾ അസാധാരണമായിരിക്കുന്ന അർത്ഥവ്യാപ്തി നമുക്ക് കിട്ടും. സ്തോത്രം. പുതിയ ജനറേഷൻ ഉപയോഗിക്കുന്ന സ്തോത്രം ബൈബിളുകൾ, അവരുടെ യൂത്ത് ബൈബിൾ എന്നൊക്കെ പറഞ്ഞു കിട്ടും, കിഡ്സ് ബൈബിൾ എന്ന് പറഞ്ഞു കിട്ടും. ഞാൻ നേരത്തെ വന്നപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, വുമൺസ് ബൈബിൾ ഉണ്ട്. ഈ ബൈബിൾ തന്നെയാണ്, പക്ഷെ അവരവരുടെ അഭിരുചിക്ക് തക്കവണ്ണം ബൈബിളിൻ്റെ ടേസ്റ്റ്, ഭാഷ മാറ്റി അവതരിപ്പിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഉപയോഗിക്കുന്ന ബൈബിളിനകത്ത് അല്പം നിൽക്കുക എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: സ്ലോ ഡൗൺ. സ്ലോ ഡൗൺ എന്ന് പറഞ്ഞാൽ അറിയോ? വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം. മുമ്പിൽ പോകുന്ന ഡ്രൈവർ, പണ്ടത്തെ വണ്ടി, ഇപ്പം എല്ലാം AC ആൻ്റെ പേരിൽ അറിയുകയല്ല. പണ്ടത്തെ ലോറിക്കാരനും KSRTC ഡ്രൈവറൊക്കെ, പണ്ടത്തെ ഡ്രൈവർമാർ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുകയല്ല. സ്തോത്രം. അവർ കൈ പുറത്തേക്ക് ഇട്ടിട്ട് കൈ ഇങ്ങനെ കാണിച്ചതിൻ്റെ അർത്ഥം സ്തോത്രം. ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ ചോദിച്ചു കാണും, ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തായിരിക്കും ലൈസൻസ് എടുത്തത്. സ്തോത്രം. കാരണം അങ്ങനെയൊക്കെ ആയിരിക്കണം. ഇങ്ങനെ കാണിച്ചതിൻ്റെ അർത്ഥം എന്താ? ആ പുറകിൽ വരുന്നവനോട് ചില ക്ഷമിക്ക്, ശാന്തമാക്, എന്തോ മുമ്പിൽ നടക്കുന്നുണ്ട്, നിനക്കത് കാണാൻ വയ്യെങ്കിലും എനിക്കത് കാണാം. അതുകൊണ്ടാണ് മുമ്പിലെ ഡ്രൈവർ പറഞ്ഞത്, ധൃതി പിടിക്കാതെ, ഹോൺ അടിക്കാതെ നീ ചില തണുക്ക്.
എന്നതുപോലെ ശൗമേല് ശൗലിനോട് പറഞ്ഞു, നിന്റെ കഴുത പോയിരിക്കുകയാണ്, നിന്റെ ഹൃദയം ചൂട് പിടിച്ചിരിക്കുകയാണ്, നീ ആകുലപ്പെട്ടിരിക്കുകയാണ്, പക്ഷേ ദൈവത്തിന് നിന്നോടെന്തോ പറയാനുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് സ്ലോ ഡൗൺ ആക്. സ്തോത്ര ഹല്ലേലൂയ. നിന്നെ ഒന്ന് സ്ലോ ഡൗണിൽ കിട്ടിയിട്ട് വേണം ദൈവത്തിന് നിന്നെ ആരോ ആക്കാൻ. സ്തോത്രം ഹല്ലേലൂയ. ഈ വിദേശത്തൊക്കെ വെച്ച് പലരെയും കൂടിക്കണ്ട് അവരുടെ വിഷമമൊക്കെ പറയുമ്പോൾ അവർ ഇവിടുന്ന് ദൈവകൃപയെ പ്രാർത്ഥിച്ച് ഒരുമാതിരി ശമ്പളമുള്ള ജോലിക്ക് അവിടെ പോയത്. കൃപയാ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയ്ക്കും ജോലിയായി. എന്നിട്ട് പിന്നെ ജോലിക്കിടയിൽ അവർ ബിസിനസ് തുടങ്ങി. നിങ്ങളവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പുറത്തു പോകുമ്പോൾ കാണണം. സ്തോത്രം. രണ്ടുപേരുടെ ശമ്പളം കൊണ്ട് എൻ്റെ ദൈവമക്കളെ ഒരുമാതിരിപ്പെട്ട നന്നായിട്ട് ജീവിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ കയറി ഉറക്കമില്ലാതെ പള്ളിയിൽ പോകാൻ നേരമില്ലാതെ വേദപുസ്തകം വായിക്കാൻ നേരമില്ലാതെ കൊച്ചുങ്ങളെ വളർത്താൻ നേരമില്ലാതെ അമ്മച്ചി ഏൽപ്പിച്ചിട്ട് അവിടെ പോയിട്ട് ബിസിനസ് തുടങ്ങി. സ്തോത്രം. അപ്പൊ ദൈവം സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചെക്ക് ബൗൺസ് ആകുമ്പോൾ, അറബി നാട്ടിലല്ലേ അവർ വെറുതെ വിടുവോ? പാസ്പോർട്ട് മേടിച്ച് വെച്ചിരിക്കുകയല്ലേ. സ്തോത്രം. അപ്പൊ ഇന്ന് പകലിൽ ഞാനിത് പറയാൻ വരുമ്പോൾ ദൂത് പറയാം. നിങ്ങളെ ഈ കഴിഞ്ഞ കൊല്ലം ഇച്ചിരി സ്ലോ ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് എപ്പോഴും തുടരുകയല്ല. ദൈവത്തിന് എന്തോ പറയാനുണ്ട്, സ്വർഗത്തിന് എന്തോ ചെയ്യാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം, നീ ദൈവത്തെ അവിശ്വസിക്കാതെ, നീ ഞങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്താ എനിക്കിങ്ങനെ പറ്റിയെന്ന് ചോദിക്കാതെ, ഇതിനകത്ത് ഒരുപാട് മർമ്മങ്ങളുണ്ട്. നിന്നെ ദൈവത്തിന് സ്ലോ ഡൗൺ ആക്കിയത് നിന്നോട് എന്തോ ദൈവത്തിന് വ്യവഹാരമുണ്ട്. ആ വ്യവഹാരം നിനക്ക് പിടികിട്ടിയാൽ നിന്റെ മുമ്പിൽ സിഗ്നൽ വീഴും. യേശുവിന്റെ നാമത്തിൽ ഈ 18ാമത്തെ ദിവസം കർത്താവിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ കുഞ്ഞിനോട് പറയുന്നു, അവരോട് പറയാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അല്ലയോ ദൈവദാസ, അങ്ങയോട് പറയുന്നു, അങ്ങ് ആവർത്തിച്ച് ഒത്തിരി ഉപവസിച്ചിട്ട് സ്വർഗസ്ഥനായ ദൈവം ചില കാര്യങ്ങൾ ഓപ്പണാക്കാതെ ഇപ്പോഴും സ്ലോ ഡൗണിൽ ഇട്ടിരിക്കുന്നത് നിന്നെ വന്നതിലപ്പുറം മറ്റാരോ ആക്കി മടക്കി അയക്കാനുണ്ട്. നിന്റെ നഷ്ടങ്ങൾക്കപ്പുറം, നിന്റെ വേദനകൾക്കപ്പുറം സ്വർഗത്തിന് എന്തോ ചെയ്തു വിടാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. കല്ലറത്തോട്ടത്തിൽ വന്നവരൊക്കെ കണക്കൊപ്പിച്ചു. എല്ലാവരും വന്നിട്ട് തിരിച്ചുപോയി. വന്നു നാക്കി. ഈ മരണമൊക്കെ നടക്കുമ്പോഴാണ് ഞാൻ ഇച്ചിരി പച്ചയ്ക്ക് പറയുന്ന ആളാൻ്റെ പറയാം. മരണമൊക്കെ നടക്കുമ്പോൾ ആ മരണ വീട്ടിൽ വരുന്ന ആളുകൾ പലതരത്തിലെ ആളുകളാണ്. ചില ആളുകളെ കണ്ടിട്ടുണ്ടോ, ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ ആ വാതിക്കൂടെ കിടന്ന് ഇതിലെ അങ്ങ് നടന്ന് അങ്ങ് പോയിട്ട് അതിലെ പോയിട്ട് വണ്ടി കയറി അങ്ങ് പോകും. കാരണം അവർക്ക് ഇത്രയേ ഉള്ളൂ, വന്നു നാക്കി. ഞാനും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും ബന്ധമുള്ളൂ. ഷാജിപ്പാസ് വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ വന്നില്ല എന്ന് പറയുന്നത് നാട്ടിൽ നാണക്കേടായതുകൊണ്ട് ഇങ്ങനെ ചത്തോടത്ത് പോകത്തില്ല എന്ന് പറയിപ്പിക്കാതിരിപ്പാൻ അതിൽ ഒന്ന് വന്നുപോയി. അത്രയേ ഉള്ളൂ. എന്നാൽ ചില ആളുകൾ അടക്കം കഴിഞ്ഞാലും പോകാത്തവരുണ്ട്. ഇവിടെ പത്രോസും യോഹന്നാനും ഒക്കെ വന്നു നാക്കി. അവിടെ അത്രയല്ലേ ഉള്ളൂ. വന്നു നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരവരുടെ ബിസി ഷെഡ്യൂളിലേക്ക് പോയി. അന്ന് അവർ ബിസി ആണോ എന്നറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, വന്നു നാക്കിയിട്ട് ഉപവാസത്തിൽ മടങ്ങിപ്പോയാൽ എങ്ങനെ തുടങ്ങിയോ അങ്ങനെ ജീവിക്കാം. പക്ഷെ ഇതിനകത്ത് ആരോടോ പറയുന്നു, ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്താൽ ഇതിനകത്ത് നീ ഒരു സംഭവമായി മാറും, നീ ഒരു ദൂതുവാഹിയായി മാറും, നീ ഒരു മിഷണറിയായി മാറും. നിന്റെ കയ്യിൽ സ്വർഗം എന്തോ ഏൽപ്പിക്കും. ആരോടും പറയാത്തത്, ആരുടെ കയ്യിലും കൊടുക്കാത്തത് പരിശുദ്ധാത്മാവ് പിന്നെയും കരഞ്ഞോണ്ട് നിൽക്കുന്നവരെ ഏൽപ്പിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഗ്ലോറി ടു ജീസസ്. സ്തോത്രം. കരഞ്ഞോണ്ട് നിന്നപ്പോൾ ദൂതൻ പറഞ്ഞു, ഇവിടെ ഇല്ല. സ്തോത്രം. അവൻ ഇവിടെ ഇല്ല, പൊക്കോന്നാ പറഞ്ഞത്. 20ാം അധ്യായം വായിച്ച മറ്റേ സുവിശേഷം കൂടി ചേർത്ത് വായിച്ചാൽ ദൂതൻ പറഞ്ഞത് ഇതാണ്. കരഞ്ഞിട്ട് കഥയില്ല, ഇവിടെ നിന്നിട്ട് കഥയില്ല, അവൻ ഇവിടെ ഇല്ല. സ്തോത്രം. മറ്റു സുവിശേഷത്തിൽ പറയുന്നു, ദൂതൻ പറയുന്നു, എന്നോട് പറഞ്ഞിട്ടാ പോയെ, നിങ്ങൾക്ക് മുമ്പേ അവൻ ഗലീലയ്ക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഗലീലയ്ക്ക് ചെല്ല് എന്നൊരു ഇൻഫർമേഷൻ കൊടുത്തില്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ വായിക്കുന്നില്ലേ? അപ്പൊ എന്തായാലും അർത്ഥം എന്താ? ഇവിടെ നിന്ന് കരയണ്ട, ഇവിടെ ചുറ്റിപ്പറ്റി മെനക്കെടണ്ട, പൊക്കോ, അവനിവിടെ ഇല്ല, ഗലീലയ്ക്ക് ചെല്ല് എന്ന് പറഞ്ഞിട്ടും മറിയ ഗലീലയ്ക്ക് പോയില്ല. ദൂതൻ പറഞ്ഞിട്ടും മറിയ അവിടെ കരഞ്ഞോണ്ട് നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പലരും ഇവിടുന്ന് പൊക്കോ
എന്ന് വേണ്ടപ്പെട്ടവര് പറഞ്ഞിട്ടും പോകാതെ ദൈവകൃപയുടെ ചോട്ടിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ പിന്നെ കാണാൻ വരുന്ന ദൂതനല്ല, പിന്നെ വരുന്ന പാസ്റ്റർ അല്ല, പിന്നെ നീ ആരെ പ്രതീക്ഷിച്ചോ അവനാ വരുന്നത്. സ്വർഗം എന്നോട് ആ ഭാഗം ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറയുന്നു, ഇങ്ങനെ പൊരുൾതിരിക്കാൻ പറയുന്നു. ചിലർ നിന്നോട് ചോദിച്ചു, നീ ഈ കൃപയിൽ നിന്നിട്ട് ഞങ്ങളെയൊക്കെ വിട്ടുപോയിട്ട് നീ ഇപ്പൊ കർത്താവ് നിനക്ക് വലിയവ ചെയ്യുമെന്ന് പറഞ്ഞ് പിള്ളേരെ വിളിച്ചോണ്ട് പോയിട്ട് കൊല്ലം 20 ആയില്ലേ, ഇപ്പൊ നിനക്ക് അടി കിട്ടിയപ്പോ മനസ്സിലായില്ലേ, നീ യൂട്യൂബ് കാണുന്നില്ലേ, ഇതൊക്കെ മനസ്സിലായില്ലേ, അന്നേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ടും ഇവിടെ ഓടി രക്ഷപ്പെട്ടോ അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടും പോകാതെ നിന്നവരുണ്ടെങ്കിൽ അവൻ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കാൻ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് സ്വർഗം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സഭയിൽ ചിലരോട് ആലോചന പറയുക. ഉടരബദന ഹസ്തരാജ ലക്ഷസിയ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് വേണ്ടപ്പെട്ടവരാ, വഴിവാക്കലല്ല. ഹല്ലേലൂയ. നീ ഇവിടെ നിന്ന് കരഞ്ഞിട്ട് കഥയില്ല എന്ന് പറഞ്ഞത് വിവരം കെട്ടവരല്ല, ദൂതനാ. ദൂതം കൊണ്ട് വരുന്നവനാ ദൂതൻ. അവനാ പറഞ്ഞത് അവനിവിടെ ഇല്ല, ഗലീലയ്ക്ക് പൊക്കോ, അതാ നല്ലത് എന്ന് പറഞ്ഞിട്ടും ആ സഹോദരി പോയില്ല. വേണ്ടപ്പെട്ടവര് പറഞ്ഞിട്ടും പോകാതെ പിടിച്ചു നിൽക്കുന്നവർ. സ്തോത്രം. ഈ PMGയിലുണ്ട്. പോകാനായിരുന്നെങ്കിൽ പലരും വിളിച്ചപ്പോൾ, ഇളക്കാൻ നോക്കിയപ്പോൾ, വശീകരിക്കാൻ നോക്കിയപ്പോൾ, എന്നിട്ടും പിടിച്ചു നിന്ന് പ്രതിസന്ധികളെ കണ്ടപ്പോഴും പ്രശ്നങ്ങളെ കണ്ടപ്പോഴും പിടിച്ചു നിന്ന മറിയമാരോട് ദൈവം പറയുന്നു, ഇനി നീ കാണാൻ പോകുന്നത് ദൂതനെ അല്ല, ഇനി കാണാൻ പോകുന്നത് മനുഷ്യനെ അല്ല. നീ ആരെ കാത്തു നിന്നോ, നീ നിൽക്കുന്നിടത്ത് അവൻ വെളിപ്പെടും. പ്രാർത്ഥിച്ചോ, അഭിഷിക്തന്മാര് പ്രാർത്ഥിച്ചോ. ജനത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. നീ നിൽക്കുന്ന സ്ഥലത്ത് എന്റെ ദൈവം വെളിപ്പെടും. ഈ ഉപവാസം കഴിയുമ്പോൾ, എല്ലാരും പറഞ്ഞു കഴിയുമ്പോൾ, നീ പിന്നെയും കണ്ണീരോടെ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അവൻ ഇവിടെ വരും. നിന്റെ കണ്ണീരിന് മറുപടിയുമായി നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ കൂട്ടായ്മയ്ക്കകത്ത്, നിന്റെ ഈ ആത്മീക അനുഗ്രഹം നീ പ്രാപിച്ച സ്ഥലത്ത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ആലോചനകൾ വെളിപ്പെടട്ടെ. കർത്താവ് പറയുന്നു, നീ ഇളകരുത്, നീ പോകരുത്. നിന്നെ ഇളക്കാൻ നോക്കുന്നവർ വഞ്ചിക്കുകയാണ്. അവരാരാണെങ്കിലും സ്വർഗം പറയുന്നു, ധൃതി പിടിക്കരുത്, സ്ലോ ഡൗൺ. ഈ വാക്കുകൾ മറക്കരുത്. യേശു പറയുന്നു, നീ മുറുകെ പിടിച്ചു നിൽക്ക്. അവിടെ അവൻ വരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അവിടെ യേശു പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും, കാലേ കൂട്ടിയുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്തുള്ള ഒരു പ്രത്യക്ഷത ആയിരുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം യേശു അവിടെ വെച്ച് പറയുന്നു, ഞാനിതുവരെ പിതാവിൻ്റെ അടുക്ക പോയിട്ടില്ല, എന്നെ തുടരുത്. അതിനർത്ഥം ഇതിപ്പോ ഇവിടെ വരാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിൽ, പ്രോഗ്രാമിൽ പെട്ടതല്ല. പക്ഷെ നിന്നെ ഓർക്കുമ്പോൾ പിതാവിൻ്റെ അടുക്ക പോകുന്നതിനേക്കാൾ നിന്റെ അടുക്കൽ വരുന്നത് ആവശ്യമാണ് തോന്നി. ഇതുവരെ ഒരുപക്ഷെ നിന്റെ അപ്പന് തോന്നിയിട്ടില്ല, അത് നിന്റെ അമ്മയ്ക്ക് തോന്നിയിട്ടില്ല. സ്തോത്രം. അവര് പറഞ്ഞു, കൊച്ചല്ലേ, അവള് പ്രായമായില്ലേ, കരുതിക്കോളും, പിടിച്ചോളും. പക്ഷേ സ്തോത്രം, അമ്മയ്ക്ക് തോന്നാത്തത് സ്വർഗം ആരോടോ പറയുന്നു, നിന്റെ ദൈവത്തിന് തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് തോന്നി, ഇപ്പൊ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവള് മെച്ചൂറായി, അവൻ കുഴപ്പമില്ലാതെയായി. നിന്റെ അടുക്കൽ വരണമെന്ന് പലർക്കും തോന്നിയില്ല, പക്ഷെ ദൈവത്തിന് തോന്നി. നിന്റെ കണ്ണീര് കണ്ടപ്പോൾ നിന്റെ അടുക്കൽ വരെ ഒന്ന് വരണം. സ്വർഗം അടുത്ത് വന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക. ഈ പ്രാർത്ഥനയുടെ അവസാനം മണിക്കൂറുകളിലേക്ക് കയറുക. നിങ്ങൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പറ, എൻ്റെ കർത്താവേ, ഞാൻ പോകില്ല,
സ്തോത്രം, ആരൊക്കെ പറഞ്ഞാലും പോവില്ല. കർത്താവേ ഇത് ശരിയായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് വന്നില്ല. സ്തോത്രം, എനിക്ക് എൻ്റെ സഭയല്ലാതെ വേറൊരു അഭയസ്ഥാനമില്ല. എനിക്ക് ഗലീലയല്ല വിഷയം, ഇവിടെ എൻ്റെ യേശുവിനെ കാണണം. ഇവിടെ നിന്ന് എനിക്ക് മടങ്ങണമെങ്കിൽ അവൻ എവിടാന്നറിയണം. ആ വിഷയത്തിന്മേൽ കർത്താവിൻ്റെ ആത്മാവ് ഇടപെടും. ഹല്ലേലൂയ. ഇങ്ങനെ 13 ആവർത്തി, അത് മാത്രം ഒരു പ്രഭാഷണ വിഷയമാക്കിയാൽ നമുക്ക് 2 ദിവസത്തേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു 3 ദിവസത്തെ ഉപവാസം വെച്ചിട്ട് 3 ദിവസം പ്രസംഗിച്ചാലും ഒരു പക്ഷേ തീരില്ലായിരിക്കാം. കർത്താവിൻ്റെ 13 പ്രത്യക്ഷതകൾ. സ്തോത്രം. സങ്കടങ്ങളിൽ, വേദനകളിൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നു. ഞാൻ കർത്താവിനോട്, ഞാൻ മുമ്പേ ഏതോ പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അറിയല്ല, ഞാൻ കർത്താവിനോട് ചോദിച്ചു, സ്തോത്രം, ഹല്ലേലൂയ, എത്ര നാഴിക, 7 നാഴിക, എത്രയോ നാഴിക ദൂരമാണ്. ഏതോ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചു, 11 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് യെരുശലേമിൽ നിന്ന് എമ്മോസ് വരെ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ റിസറക്റ്റഡ് ബോഡിയിൽ ഇവരുടെ പുറകെ ഒരു വഴിയാത്രക്കാരനെ പോലെ 11 കിലോമീറ്റർ നടക്കുക. വായനയിൽ ഞാൻ യേശുവിനോട് ചോദിച്ചു, കർത്താവിന് ഇതിൻ്റെ വലിയ കാര്യമുണ്ടോ? അവരെ തിരിച്ചു വിളിക്കാനാണെങ്കിൽ പത്രോസിനെയോ യോഹന്നാനെ ആരെങ്കിലും വിട്ടുവിളിപ്പിച്ചാൽ അവരിങ്ങ് വരികയല്ലേ. സ്തോത്രം. ഈ സമയത്ത് ഇവരുടെ കൂടെ ഈ സ്തോത്രം സായാഹ്നവേളയിൽ ഈ മണ്ണ് റോട്ടിലൂടെ കർത്താവിന് ഇനി 3.5 കൊല്ലത്തിലെ നടന്നതല്ലേ ഞങ്ങൾക്ക് വേണ്ടി, നീ ഇവരുടെ പുറകെ എങ്ങനെ നടക്കണോ എന്ന് ചോദിച്ചപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ഇവര് തകർന്നു പോവുകയാ, ആശ നഷ്ടപ്പെട്ട് മടങ്ങിപ്പോകുകയാ. സ്തോത്രം. പത്രോസ് പുറകെ വന്നില്ലല്ലോ, 2 പേര് പോയിട്ടും. യോഹന്നാൻ വന്ന്, ഇവരൊക്കെ ലീഡേഴ്സ് അല്ലായിരുന്നു. ഇവരാരും നീ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കാൻ വന്നില്ലല്ലോ, പോകല്ലേ എന്ന് പറഞ്ഞ് തടഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്ക് അവരെ വിടാൻ പറ്റിയല്ല. അതുകൊണ്ട് യേശു ഇവർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. മീൻ പിടിക്കാൻ പോയ പത്രോസിന് വേണ്ടി കടൽക്കരയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമായിട്ടൊരു വെല്ലുമ്മച്ചിയെ പോലെ നിൽക്കുന്ന യേശുവിനെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, മറ്റേത് സന്ധ്യമയങ്ങുന്ന നേരത്താണ്, ഇത് മരം കോച്ചുന്ന തണുപ്പത്ത് മധ്യപൂർവ്വ ദേശത്ത് മഞ്ഞുകാലത്ത് കടൽ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയിരിക്കുന്ന, അത് 1-2 വട്ടമാണോ? അങ്ങയെ മിനിഞ്ഞാന്ന് തള്ളിപ്പറഞ്ഞു. സ്തോത്രം. ഇങ്ങനെ ഇത്രയും ഇതൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പുള്ളി പിന്നെയും 3-4 പേരെയും പിടിച്ച് മീൻ പിടിക്കാൻ പോയിട്ട് അവന് രാവിലെ കഞ്ഞിയും വെച്ചുകൊണ്ട് കാത്തു നിൽക്കാൻ അങ്ങേക്ക് വല്ല കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതാ പാസ്റ്ററെ. അങ്ങ് ഞങ്ങളുടെ യേശുവല്ലേ, ഇച്ചിരി സ്റ്റാൻഡേർഡൊക്കെ വേണ്ടേ? സ്തോത്രം. ഇങ്ങനെ പോയതല്ലേ, പണ്ടൊന്ന് പോയി, അന്ന് പെണ്ണുങ്ങളെ പോലെ കരഞ്ഞിട്ട് പറഞ്ഞു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് മടങ്ങി വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നത്തെയും മറ്റുള്ളവരെ വിളിച്ചോണ്ട് പടകം കൊണ്ട് പോയിരിക്കുന്നു. ബോട്ടെന്ന് വെക്കണം. യേശു എന്നോട് പറഞ്ഞു, നിനക്കങ്ങനെ പറയാം, പക്ഷെ ഞാൻ ഇവനോട് പറഞ്ഞു പോയി, ഞാൻ ഇവനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാന്ന്. ഇവൻ പിന്നെ മീൻ പിടിക്കാൻ പോയാൽ ഇവൻ ജീവിക്കുമായിരിക്കും, എൻ്റെ പിള്ളേരും ജീവിക്കുമായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞ വാക്ക് നിറവേറിയില്ല എന്ന് വരും. അതുകൊണ്ട് ഇവനെ തിരിച്ചു പിടിച്ചേ പറ്റൂ. ഞാൻ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രസംഗ വിഷയത്തിൽ നിന്ന് ഇറങ്ങി നിന്നാ പറയുന്നതെങ്കിലും ചിലർക്ക് വേണ്ടി പറയാം, നിന്നെയോ നിന്റെ പിള്ളേരെയോ തിരിച്ചു പിടിക്കാൻ ഏതറ്റം വരെ വരാനും യേശുവിനല്ലാതെ ഇങ്ങനെയാകാൻ കഴിയില്ല. ഒരു നേതാവിനും പറ്റിയല്ല. എല്ലാരും ബിസിയാ, അവരെ ആരും കിട്ടിയല്ല. പക്ഷെ നിനക്ക് വേണ്ടി ചങ്ക് വിളർന്നവൻ, മാറിലെ ചോര ഒഴുക്കിയവൻ, അവനെ കൊണ്ടേ പറ്റൂ. ഞാനൊരു വാക്ക് ഉപയോഗിക്കുക, ഇത്രയും കൊച്ചാവാൻ. സ്തോത്രം. മലയാളിയായ ചുമ്മാ 4, 3, 7 വാക്യം കൂട്ടി വായിക്കാൻ മാത്രം പരിചയമുള്ള ഞാൻ ആരാണ്ടോ ആയിന്ന് തോന്നിയപ്പോൾ എൻ്റെ നേതാവായ യേശുവിനോട് ചോദിച്ചു, എന്തിനാ സ്തോത്രം ഈ കൊച്ചുളുപ്പാൻ കാലത്ത് ഇവന് പൊതിയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒരു നേതാവിന് പോട്ടെന്ന് വെക്കണം. സ്തോത്രം. യേശു എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ടൊന്നും പറ്റിയല്ല ഇത്, പക്ഷെ എനിക്കത് ചെയ്തേ പറ്റൂ. കർത്താവ് എന്നോട് പറഞ്ഞു, വാഗ്ദത്തം കിടക്കുന്ന ആരോ നിന്റെ വീട്ടിലുണ്ട്. അവരകലം വിട്ടുപോയാൽ അന്വേഷിച്ച് വരാനൊന്നും ആരും കാണിയല്ല. ഞാനൊരു കാര്യം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പണ്ടത്തെ പോലല്ല ഇപ്പോഴത്തെ കാലം.
സ്തോത്രം. ലോകം ഭയങ്കര വെപ്രാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക, ആർക്കും നേരമില്ല. പക്ഷെ യേശുവിനെ വിടരുത്. നീ തേടി വരാൻ ആരും കാണിയല്ല. ചിലപ്പോൾ പ്രാർത്ഥന വെച്ചാൽ പോലും ഇന്ന് ആളുകളൊന്നും വരാനില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ കർത്തൃദാസന്മാർ യോഗം വെക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, എൻ്റെ ചർച്ചിൽ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, യോഗം വെക്കുമ്പോൾ മിക്കവാറും ചോദിക്കും, സ്തോത്രം, എല്ലാ യോഗത്തിലൊന്നും ഫുഡില്ല, എന്നാൽ ചില യോഗത്തിൽ ഫുഡുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കും, പാസ്റ്ററെ എത്ര പേര് വരും? ഞാൻ ഏറ്റവും ചുറ്റിപ്പോകുന്ന സമയമാണത്. കാരണം പറഞ്ഞാലും ചുറ്റ്, പറഞ്ഞില്ലെങ്കിലും ചുറ്റ്. ഞാൻ പറയുകയാണ് 75 പേര് വരും എന്ന് പറയും. അവർ 75 പേർക്ക് പൊറോട്ട ഇറച്ചി മേടിക്കും. വരുമ്പോൾ 15 പേര് വരും. ബാക്കി എന്നോട് പറയും, ഇയാൾ കൊണ്ടോക്കോളം പറയും. കാരണം സ്വന്തം ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പറയും, കഴിഞ്ഞ ആഴ്ചയിൽ 15 പേരെ വന്നോളാം അമ്മ, ഈ ആഴ്ചയിൽ 20 പേർക്ക് വെച്ച്. അന്ന് 75 വരും. പിന്നെ ഞാൻ യോഗത്തിനിടയ്ക്ക് ബ്രെഡ് മേടിക്കാൻ ഓടണം. കാരണം അവർ രാത്രി 9 മണിക്ക് എന്തോ ചെയ്യും? അപ്പോൾ ഒരു അമ്പും പിടിയും കിട്ടിയല്ല. സ്തോത്രം. അങ്ങനെ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ. പണ്ടങ്ങനെ അല്ലായിരുന്നു. സ്തോത്രം. പണ്ട് അരിയിട്ടാൽ ഇത്ര പേരുണ്ട്, ബാക്കി വരികയല്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ കാലം പോയാലും നിങ്ങളോട് ഞാൻ പറയാം, കർത്താവിന് കൈവിടാൻ പറ്റിയല്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും, നീ ആസ്പത്രി കിടന്നപ്പോൾ കാണാൻ വന്നില്ല, എൻ്റെ കൊച്ചിന് വിഷയം വന്നപ്പോൾ പ്രാർത്ഥിക്കുക, ഈ പരാതി ഒന്നും ഈ പ്രാർത്ഥന കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ വചനത്തെയും വ്യാഖ്യാനത്തെയും വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, അതൊന്നും പരിഭവമായിട്ടെടുക്കരുത്. എല്ലാത്തിനും മീതെ യേശു നിനക്ക് വേണ്ടി എത്ര മൈല് നടക്കാനും തയ്യാറാ. അതുകൊണ്ട് യേശുവായിട്ടാ നമുക്ക് കാര്യമുള്ളത്. അവനാ നിന്റെ പുറകെ വരുന്നത്, അവനാ നിന്നെ മാനിക്കുന്നത്, തിരിച്ചു പിടിക്കുന്നവൻ അവനാണ്. ഹല്ലേലൂയ. ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെ, കർത്താവ് 13 പ്രാവശ്യത്തോളത്തോളം അവർക്ക് പല ഘട്ടങ്ങളിലായി പ്രത്യക്ഷനായി. അവസാനം കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്ന അനുസരിച്ച് 500-ലധികം ആളുകൾക്ക് ഒന്നിച്ച് പ്രത്യക്ഷനാകുകയാണ്. അത് ഒലിവുമലയുടെ ചെരുവിൽ നിന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. സ്തോത്രം. സ്വർഗാരോഹണം ചെയ്യുന്ന ആ രംഗം, സ്തോത്രം, ഇവിടെ ഗലീല പുരുഷന്മാരെന്ന് എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു അനുമാനം, ഒരു കണക്ക് കൊരിന്ത്യർ ലേഖനത്തിനകത്ത് സ്തോത്രം പൗലോസ് പറയുന്നുണ്ട്. 500-ലധികം പുരുഷന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. അത് ഈ രംഗമാണ്. 500-ഓടത്തോളം ആളുകൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഗലീലയിൽ നിന്ന് വന്നിരിക്കുക. യേശു സ്വർഗാരോഹണം ചെയ്യുന്നത് സ്തോത്രം യഹൂദിയിൽ യെരൂശലേമിനോട് ചേർന്നുള്ള ഒലിവുമലയിലാണ്. ഗലീല മറ്റൊരു സ്റ്റേറ്റാണ്. യഹൂദയിലെ ഒറ്റ ആളുകൾ യാത്ര അയക്കാൻ വന്നില്ല. യഹൂദയിൽ യേശു ഉണ്ടായിരുന്നല്ലോ. പക്ഷേ യാത്രയപ്പ് അല്ലെങ്കിൽ സ്വർഗാരോഹണം നടന്നത് ഒലിവുമല എന്നാണ്. അവിടെ യാത്ര അയക്കാൻ, എൻ്റെ ഭാഷ നിങ്ങൾ അംഗീകരിക്കുന്നു വിചാരിക്കുന്നു, ഇത്രയും പേര് ഒരുമിച്ച് കൂടിയിരിക്കുക. ഒലിവുമലയുടെ ചെരുവിൽ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ കർത്താവിൻ്റെ കാൽപാദങ്ങൾ ഭൂമിയിൽ നിന്ന് പറഞ്ഞു. അവര് സ്തോത്രം ചുമ്മാ ഊഹം പറയുകയല്ല. നമ്മൾ പ്രസംഗത്തിനകത്ത് ബൈബിൾ വിശ്വസിക്കെങ്കിൽ വിശ്വസിക്കുക, 500 ആളുകളെ സാക്ഷി നിർത്തിയ സ്വർഗത്തിലേക്ക് യേശു പോയത്. അല്ലാതെ പോയി എന്ന് അനുമാനിക്കുകയല്ല, ഊഹിക്കുകയല്ല. ദൃക്സാക്ഷികളെ നിർത്തിക്കൊണ്ട് അവരുടെ 1000 കണ്ണുകൾ നോക്കി നിൽക്കുമ്പോഴാണ് മെല്ലെ മെല്ലെ അരിമനാഥൻ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോയത്. ഹല്ലേലൂയ. ബൈബിൾ വിശ്വസിക്കാത്തവനോട് പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് കഥയില്ല. ബൈബിൾ വിശ്വസിക്കുന്നവർക്ക് ഉറപ്പാണ്, യേശു ഒളിച്ചോടിപ്പോയവനല്ല, തലേ തുണിയിട്ട് മുങ്ങിയതല്ല. 500 ആളുകൾ ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ച് ഒരുപാട് ചിന്തിച്ചു. അതിലൊരു ചിന്തയാണ്, ഗലീലക്കാർ മാത്രമേ ഉള്ളൂ എന്നാ മോളിൽ നിന്ന് വന്നിരിക്കുന്ന ദൂതന്മാർ പറഞ്ഞത്. അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ. 2 സംസ്ഥാനത്തിനപ്പുറമുള്ള ആളുകളാണ് യാത്ര അയക്കാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം, സ്തോത്രം, അവരാണ് യേശുവിൻ്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം അനുഭവിച്ചവർ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നടന്നത്, വിടുതലുകൾ നടന്നത്, സൗഖ്യങ്ങൾ നടന്നത്, സ്തോത്രം, പച്ചവെള്ളം വീഞ്ഞാക്കിയത് എന്ന് വേണ്ട ഓരോരോ കാര്യങ്ങൾ നടന്നത് മുഴുവൻ ഒരർത്ഥത്തിൽ പറഞ്ഞ പ്രയോജനപ്പെടുത്തിയത് ഗലീലക്കാരാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചോട്ടെ. തിരുവനന്തപുരത്ത് സഭകൾ 1000 കാണും. ആളെണ്ണം കൂടിയതും കുറഞ്ഞതും, സ്തോത്രം, സ്വന്തം സെറ്റിൽമെന്റുകൾ ഉള്ളതും വാടക കെട്ടിടത്തിൽ ആരാധിക്കുന്നതും എല്ലാം. ഞാൻ ആരെയും കൊച്ചാക്കിയല്ല, പക്ഷെ ഞാനൊരു വെളിപ്പാട് നിങ്ങൾക്ക് തരികയാണ്. ഇതിനകത്ത് കർത്താവിനെ ഏറ്റവും അധികം അനുഭവിക്കണമെന്ന് ആര് തീരുമാനിക്കണം?
ഹല്ലേലൂയ. ശമരിയായിലും കുറച്ചു പേരുണ്ട്. ശമരിയാക്കാരി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. സ്തോത്രം. യഹൂദയിലും കുറച്ചു പേരുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ ആ ദൈവത്വത്തിന്റെ കഴിവുകൾ മുഴുവൻ വെളിപ്പെട്ടത് ഗലീലയിലാണ്. യേശുവിൻ നാമത്തിൽ അങ്ങനെ ഒരു അയ്യോപ്പടി ഇന്ന് ഈ പ്രാർത്ഥനയിൽ ഉണ്ടാക്കാമോ? സ്തോത്രം. തിരുവനന്തപുരത്ത് പാളയം PMG യേശുക്രിസ്തുവിന്റെ സകല കൃപകളും സകല കഴിവുകളും പരിശുദ്ധാത്മാവിന്റെ സകല പ്രവർത്തികളും അതുപോലെ ഇവിടെ 1000 സഭ ഉണ്ടായിക്കോട്ടെ, ഇനി ഉണ്ടായിക്കോട്ടെ, ഒരസൂയയില്ല. പക്ഷേ നമ്മുടെ മനസ്സിനകത്തൊരു വലിയ ആഗ്രഹം ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വിടുതലുകൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതെൻ്റെ സഭയിൽ നടക്കണം. ഞങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കണം. സഭാ വളർച്ചയും ദൈവപ്രവൃത്തിയെയും പ്രതീക്ഷിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്നത് പോലെ സ്വർഗം ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഇതൊരു മൂവ്മെൻറ്റിൻ്റെ കാലമാണ്, ഇതൊരു ഷിഫ്റ്റിങ്ങിൻ്റെ കാലമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന് പണി ചെയ്യുന്ന കാലമാണിത്. കാത്തിരിക്കുന്നവരെ ഉപയോഗിക്കുന്ന കാലമാണിത്. ദാഹിക്കുന്നവർക്ക് സ്വർഗ നീരുറവകൾ തുറക്കുന്ന കാലമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് തുറന്ന് ഇതിനകത്ത് ഗലീലയിൽ നടന്നതുപോലെ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ ഒരു ശമരിയക്കാരാകരുത്, ഒരു പരമ്പരാഗതമായ ആഠ്യത്വത്തിൽ നിൽക്കുന്ന യഹൂദ്യക്കാരാകരുത്. സാധാരണക്കാരായ യേശുവിന് ആവശ്യമുള്ള, കർത്താവിന്റെ വിടുതൽ ആവശ്യമുള്ള, ദൈവത്തിന്റെ കൈയുടെ പ്രവൃത്തി ആവശ്യമുള്ള, ധാർഷ്ട്യമില്ലാത്ത, പാരമ്പര്യമില്ലാത്ത, അഹങ്കാരമില്ലാത്ത യേശുവിന്റെ പ്രവൃത്തിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന അനിവാര്യമായ ഒരു ഗലീലക്കാരന്റെ മനസ്സ് ഇന്ന് പകൽക്കാലം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അല്ല, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെയൊന്നും ഞാൻ ഇങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. എനിക്കറിയാം ഈ പറയുന്നിടത്തെ കൂടെ ഒന്നും അല്ല ദൂത് പോകുന്നതെന്ന്. പക്ഷെ ദൈവാത്മാവിന്ന് പകൽക്കാലം ഞാൻ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ മനസ്സിലും വെച്ചുകൊണ്ട് വന്ന സംഭവമല്ല ഇത്. പക്ഷെ ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ ഇന്ന് ആത്മാവിൽ കാണുന്നു. ഞാൻ പതിവായി പറയുന്ന പോലെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. കാരണം എണ്ണിക്കൊടുത്തൊരു കൊച്ചു സഭയുണ്ട്, അവരോട് പോയി ഇത് പഠിപ്പിച്ച് അവരോട് പറയുക, എൻ്റെ പൊന്നു മക്കളെ, യഹൂദയിലും കുറേ ആൾക്കാർ യേശുവിനുണ്ട്, ശമരിയിലുണ്ട്, ഗലീലയിലുണ്ട്. യഹൂദയിലെ ആൾക്കാർ ഇച്ചിരി വമ്പന്മാരാണ്, ആട്ടിത്വം പാരമ്പര്യമുള്ളവരാണ്. സ്തോത്രം. അവർക്കൊരു സെറ്റപ്പ് മതി. ശമരിയാക്കാര് സ്തോത്രം ഹല്ലേലൂയ ചോദ്യം പറച്ചിലുമായിട്ടിരിക്കുന്നവരാണ്. പക്ഷെ ഗലീലക്കാരാണ് കർത്താവിൻ്റെ ശക്തിയെ ഊറ്റിയെടുത്തവർ. ഹല്ലേലൂയ. അപ്പൊ സഭയെ മനസ്സിൽ കാണുന്നെങ്കിൽ നിങ്ങൾ ആത്മാവിൽ കാണണം. ഗലീലിയൻ പീപ്പിൾസിനെ പോലെ യേശുവിനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. ഇരുട്ടിലിരുന്ന ജനമായിരുന്നു, മരണത്തിന് നടുവിൽ കടന്നവരായിരുന്നു. അവർക്ക് യേശുവിനെ ആവശ്യമായിരുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കാൻ അവരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ മാളിക മുറിയിൽ ആൾക്കാർ വന്നിട്ട് പറഞ്ഞത് ഇവരെല്ലാം ഗലീലക്കാരല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് ദൂത് മാറ്റി പറയുന്നു. ചുമ്മാ ഒരു സെറ്റപ്പിന് വേണ്ടി PMGയിൽ ഒരു കസേര പിടിച്ചിരിക്കുന്ന ഒരു യഹൂദ്യൻ ടൂണിൽ നിന്നാൽ അങ്ങനെ ഇരിക്കാം. സ്തോത്രം. പക്ഷേ ഒരു ഗലീലൻ മൈൻഡിൽ നിന്നാൽ നിന്റെ വീട്ടിലെ അപമാനങ്ങൾ മാറും, നിന്റെ ജീവിതത്തിലെ നിന്ദകൾ മാറും. ഇല്ലാത്ത കണ്ണവൻ ഉണ്ടാക്കി തരും. ഏത് ഗുഹയ്ക്കകത്ത് നിന്നെ കൊണ്ട് കളഞ്ഞാലും തിരിച്ചു പിടിക്കും. ദൈവമഹത്വം വെളിപ്പെടും. അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവം ഇന്ന് പകൽക്കാലം ഈ സഭയോട് പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, ഒരു മൈൻഡ് സെറ്റിന് തയ്യാറായിക്കോ. കർത്താവുമായിട്ട് ഏറ്റവും അടുപ്പം വന്നവരാണ് യാത്ര അയക്കാൻ പോയത്. അവരെ പോവുള്ളൂ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്തവർ അല്ലേ? സ്തോത്രം ഹല്ലേലൂയ. യാത്രയപ്പിന് പോകുന്ന എയർപോർട്ടിൽ പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ഓ തമ്പാനൂർ വരെ പോയ പോലെ ആരും പോകണം, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞാലും ബന്ധം കിടക്കുമ്പോൾ ചിലപ്പോൾ വയ്യെങ്കിലും കൂടെ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? അത് വഴി അറിയാത്തതുകൊണ്ടല്ല,
പോകുന്ന വഴിക്ക് വണ്ടി മാറി കയറും എന്നുള്ളത് പേടി കൊണ്ടല്ല, ഈ പോയ കക്ഷിയൊക്കെ കൂടുതൽ വണ്ടി കയറിയ പുള്ളിയാ പോകുന്ന പുള്ളി. പക്ഷെ എന്താ ഒരു ബന്ധം കൊണ്ടാണ് യാത്രയപ്പിന് പോകുന്നത്. അപ്പൊ ഗലീലക്കാര് 500-ലധികം ആളുകൾ ഒരു ബന്ധം യേശുവായിട്ടുണ്ടാക്കിയെടുത്തു. അവർക്കൊരു യോഗം വെച്ചാൽ വരാതിരിക്കാൻ പറ്റിയല്ല, അവർക്കൊരു പ്രാർത്ഥന വെച്ചാൽ സ്തോത്രം പോകാതിരിക്കാൻ പറ്റിയല്ല. അത് 2 സംസ്ഥാനത്തിന് അപ്പുറമാണെങ്കിലും യേശുവിന്റെ ഒരു വിഷയമാണെങ്കിൽ അവര് വണ്ടി പിടിച്ചാണെങ്കിലും പോയിരിക്കും. അങ്ങനെ ഒരു മൂഡിലേക്ക് വരാൻ സ്വർഗം നിങ്ങളെ ക്ഷണിക്കുന്നത് കൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ നിന്ന് കറങ്ങുന്നത്. വേണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. യേശുവിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും സ്തോത്രം ഹല്ലേലൂയ, ഒരു യഹൂദൻ മൂഡിൽ പോയാൽ ഇത്രയൊക്കെ ഉള്ളൂ. നീയും ബെന്തിക്കോസുകാരനാന്ന് പറയാം, സ്തോത്രം ഞങ്ങളുമൊക്കെ അന്യഭാഷ പറയുന്നു പറയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ പറയുന്ന ഒത്തിരി കാലല്ലേ, ഞങ്ങളൊക്കെ വിശ്വാസികളാ എന്ന് പറയുന്നവരുണ്ട്. ആ ഗണത്തിൽ പെട്ടുപോകരുത്. യേശുവിനെ ആവശ്യമുള്ളവരുടെ കൂടെ കർത്താവിൻ്റെ വാചനങ്ങളും ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ അത്ഭുതവും ദൈവത്തിൻ്റെ ആത്മാവിനെ ഏറ്റവും അധികം അനുഭവിക്കുന്നവരുടെ കൂടെ, ആ കൂടെ ഇന്നും ഒരു ചേഞ്ചാണ്. ഈ 18-ാം ദിവസം സഭയുടെ ഒരു വലിയ ചേഞ്ചാണ്. ആരും വിളിച്ചില്ലെങ്കിലും ആരും പറഞ്ഞില്ലെങ്കിലും യേശു ഉള്ളിടത്ത്, അങ്ങുള്ളിടത്ത് ഞാൻ എത്തിയിരിക്കും. പിള്ളേരെ വിളിച്ചോണ്ട് ഞാൻ വന്നിരിക്കുമെന്ന് പ്രായം നോക്കാതെ ദൈവത്തോട് പറയാമെങ്കിൽ ആ കൈ ഉയർത്തി ദൈവത്തോട് പറ, സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമാകും എന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിലാകുമായിരിക്കും. എന്റെ ഭാഷ ദൈവം തരുന്നതാണല്ലോ. അതുപോലെ ആരും വിളിക്കാതെ ക്ഷണക്കത്തൊരുക്കാതെ അങ്ങേ യാത്രയേക്കാൻ 500 ആളുകൾ ആ ഭീതിയുടെ കാലത്ത് കൂടിയതുപോലെ ഇതിനകത്തെ ഉണർത്തണേ കർത്താവേ. സ്വർഗം അത് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഉറച്ചു സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ദൈവം അത് ചെയ്യും. ഇനി ഞാൻ സങ്കടം പറയാം, ഇനി സങ്കടം പറയാം. 500 ആളുകളാണ് സ്തോത്രം കർത്താവിനെ യാത്ര അയക്കാൻ വേണ്ടി പൗലോസിന്റെ ഭാഷയിൽ യാത്രയപ്പിന് വന്നത്. പക്ഷെ അതിലും കുറെ പേര് മണ്ടത്തരം കാണിച്ചു. ആ 500 പേരിൽ 120 പേര് നേരെ മാളിക മുറിയിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, ബാക്കി 380 പേർ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇരിപ്പോടെ അങ്ങനെയൊന്നും മുടിഞ്ഞ ചിന്ത ചിന്തിക്കാതെ പാസ്റ്ററേ, അങ്ങനെയാണോ? എൻ്റെ വാക്കുപയോഗിച്ച് ക്ഷമിക്കണം. എനിക്കുള്ള പ്രശ്നം അതാണ്. ഞാൻ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചു പോകും. ഞങ്ങളുടെ മുഴുവൻ തപ്പിയുടെ 500 പേരിലെ യാത്ര അയക്കാൻ വന്നത്. ഏതൊക്കെയാലും വണ്ടിയും വിളിച്ച് ജീപ്പും വിളിച്ച് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഗലീലയിൽ ഇവിടെ വരെ വന്നല്ലോ. പക്ഷേ ഒരല്പം കൂടി സംയമനം കാണിച്ച് മാളിക മുറിയിലേക്കും കൂടി ചെന്നായിരുന്നെങ്കിൽ ആ 380 പേരുടെ സ്ഥിതി എന്തായനെ? ഇത് ചർച്ചിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നും അല്ലോ. ഇത്ര പേരെ വരാവൂ, 21 പേരെ വരാവൂ, അതിൽ കൂടുതൽ ആരും കയറ്റത്തില്ലെന്നൊന്നുമില്ലല്ലോ. സ്തോത്രം. പക്ഷേ 380 പേര് അവസരം പാഴാക്കി. എല്ലാ സഭയിലും കാണും. സ്തോത്രം. ആദ്യം പറഞ്ഞത് നമ്മൾ യഹൂദിയിലെയും ശമരിയിലെയും ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഗലീലക്കാരെ അപ്രിഷ്യേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ അവരും ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചോളണം, അതിനകത്തും അടുത്ത ലെവലുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് എൻ്റെ ഉള്ളിൽ കത്തുന്ന കാര്യം പറയാം. ആത്മീകതയ്ക്ക് നമ്മളൊരു ലെവൽ നിശ്ചയിക്കരുത്. നമ്മൾ വിചാരിക്കാത്ത അടുത്ത ലെവലുണ്ട്. യാത്ര അയക്കാൻ വന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് വിചാരിച്ചായിരിക്കും അവരിതിനകത്ത് വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് 350 പേരും പോയത്. പക്ഷേ അതിനപ്പുറം മറ്റൊരു ലെവലുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് നീ കണ്ടതിനേക്കാൾ വലുതാണ്. യേശു പറഞ്ഞിട്ടല്ലേ പോയത്, ഞാൻ പോയി കഴിയുമ്പോൾ മറ്റൊരു കാര്യസ്ഥൻ വരും. അവൻ വരുന്നത് വരെ നിങ്ങൾ ഈ പട്ടണം വിട്ട് പോകരുത് എന്ന് യേശു പറഞ്ഞിട്ടല്ലേ പോയത്.
ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് 12 പേരോടല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ 12 പേര് മതിയായിരുന്നില്ല, പിന്നെ മറ്റവരെന്തിനാ വന്നേ? അല്ല, യുക്തി കൊണ്ട് ഇങ്ങോട്ട് ചോദിക്കുവാണെങ്കിൽ അത് 12 പേരോട്. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേവരെന്തിനാ വന്നേ? അവരെ ആരാ ഇൻവൈറ്റ് ചെയ്തത്? ആരെ? 120-ൽ 12 ഒഴിച്ച് ബാക്കി 108 പേരെ ആര് വിളിച്ചു? അപ്പൊ അതിനർത്ഥം എന്താ? വേണമെങ്കിൽ വരായിരുന്നു, വേണമെങ്കിൽ വരായിരുന്നു. ക്ഷണം കിടക്കുന്നുണ്ട്. ഇന്ന് പകലിൽ സഭ കേട്ടോ, ക്ഷണം കിടക്കുന്നുണ്ട്. സ്തോത്രം. നീ ഇവാഞ്ചലിസ്റ്റ് അല്ല, നീ പാസ്റ്ററുടെ ഭാര്യയല്ല, നീ ഇവിടത്തെ ഇന്നാരല്ല, അതുകൊണ്ട് നിനക്ക് വരാൻ പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ലല്ലോ. നിനക്ക് വരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ 380 പേർ അവര് കിട്ടിയ വണ്ടിക്ക് തിരിച്ചുപോയി. അതിനകത്തൊന്നും ചുരുങ്ങിയൊരു കൂട്ടം മാളിക മുറിക്കകത്ത് കയറി. സ്തോത്രം. അവര് കാത്തിരിക്കുക, ചുമ്മാ ഇരിക്കുകയല്ല. 15-ാം വാക്യത്തിൽ വായിച്ചത് ആ കാലത്ത് എന്നാണ്. ആ കാലത്തിന്റെ പ്രത്യേകത തൊട്ട് മുകളിലെ വാക്യത്തിനകത്താണ്. ആത്മീകമായി ചിന്തിക്കുമ്പോൾ ആ കാലത്തിന്റെ പ്രത്യേകത പറയണമെങ്കിൽ യേശു ക്രൂശിക്കപ്പെട്ട കാലമെന്നോ, സ്വർഗാരോഹണം ചെയ്ത കാലമെന്നോ, യഹൂദന്മാർ കർത്താവിനെ ഇല്ലാതാക്കിയ കാലമെന്നോ, അവർ പേടിച്ച കാലമെന്നൊക്കെ പറയാം. പക്ഷെ ആ കാലത്തെക്കുറിച്ച് ലിറ്ററലി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 14-ാം വാക്യം 1:14 എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണത്. പ്രാർത്ഥിച്ചു എന്നല്ല, പ്രാർത്ഥന കഴിച്ചു എന്ന് പറഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവർ ഇതിനകത്ത് കയറിയത് ശത്രു ഒളിച്ചിരിക്കാനല്ല. യഹൂദന്മാരെ പേടിച്ചു എന്നതൊരു പശ്ചാത്തലമാണെങ്കിലും അവരുടെ പ്രായോഗിക നടപടി പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആത്മാവിൽ ഇങ്ങനെ ഒന്നോടെ വ്യാഖ്യാനിക്കട്ടെ. ചില പേടി വരുന്നത് സ്തോത്രം നിന്റെ ഉള്ള വീര്യം കെടാനല്ല. ചില ഭയം വരുന്നത് നീ പ്രാർത്ഥനയിൽ തുടരാനാണ്. ഹല്ലേലൂയ. നിന്റെ ശരീരം കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചു. കുറച്ച് ദിവസമായിട്ടൊരു അസ്വസ്ഥത പരിശോധിച്ചപ്പോൾ ഡോക്ടർ സ്തോത്രം ഒരാശങ്കയുടെ റിസൾട്ട് തന്നു. അപ്പൊ നമുക്ക് പേടി വന്നു, വീട്ടുകാർക്കും പേടി വന്നു. ക്യാൻസർ ആയിരിക്കുമോ? നീ കാലേ കൂടെ കൂടെ ചെറിയ നീര് വരുന്നു, കിഡ്നി അടിച്ചു പോയോ? ദൈവം ചില പേടി വരുത്തുന്നത് നിന്റെ BP കൂടി ഞരമ്പ് പൊട്ടിച്ചാവാനല്ല, നീ പ്രാർത്ഥനയിൽ തുടരാനാണ്. സ്തോത്രം. ചിലരെ നിന്റെ ഭയത്തിന് നിർത്തിയിരിക്കുന്നത് നന്നായി എന്ന് പറയും. ആരെയും പേടിയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ ചിലരെ ഭയപ്പെട്ട് നിൽക്കുന്നത് നിന്നെ പാസ്റ്റർമാരാരോ പറഞ്ഞ പോലെ മോൾഡ് ചെയ്യാനാണ്. സ്തോത്ര. ഹല്ലേലൂയ. യഹൂദനെ പേടിച്ചില്ലായിരുന്നെങ്കിൽ സ്തോത്രം ഇവരുടെ വീട്ടിലേക്ക് പോയനെ ഒരു സങ്കേതം കണ്ടെത്തില്ലായിരുന്നു. ഒരു ഒളിത്താവളം പോലെയാണ് ഇതിനകത്ത് വന്നു കയറിയത്. പക്ഷെ ഇതിനകത്ത് കയറി വാതിൽ അടച്ചപ്പോൾ ആത്മാവിന്റെ നടത്തിപ്പ് വന്നു. സ്തോത്ര. ഹല്ലേലൂയ. മാളിക മുറിയും 120 പേരൊക്കെ 1500 പ്രാവശ്യം PMGയിൽ പ്രസംഗ വിഷയമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നത് ഞാൻ വിചാരിക്കുന്നു ഞാൻ പോലും ധരിക്കാത്ത കാര്യങ്ങളാണ്. 6 കാര്യങ്ങൾ പടപട പറഞ്ഞിട്ട് 19-ാം അധ്യായത്തിൽ കയറി കർത്താവിനെ സ്തോത്രം ഏറ്റവും അധികം ഉയർത്താനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ കർത്താവ് ഈ കാടും പള്ളയൊക്കെ പറിച്ചു വരുമ്പോൾ അതിന് അടിക്കിടക്കുന്ന പൊന്മുത്തുകളെ സ്വർഗം ഇന്ന് പകലിൽ നിങ്ങളുടെ കൂട്ടായ്മക്കകത്ത് എടുത്തു തരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം പറയുന്നു പേടി വരുത്തിയത് നീ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ്. നീ സ്തോത്രം അടച്ചിട്ട മുറിക്കകത്തേക്ക് കയറാനാണ്. അതിനകത്ത് കയറി കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിന്നെ പ്രാർത്ഥനാത്മാവിൽ നിറയ്ക്കുകയാണ്. ചില ദിവസങ്ങളായി പ്രാർത്ഥനയിൽ തുടരുകയാണ്. പ്രായോഗികമാക്കി നോക്കണം നിങ്ങൾ. ചില വിഷയത്തെക്കുറിച്ച് പേടി വരുമ്പോൾ നമ്മൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അവിടെ ഒരു സ്ഥലത്ത് കയറി വാതിലടച്ചിട്ട് ദൈവസന്നിധിയിൽ 4 പേരെയും കൂടി കൂട്ടുകിട്ടുമെങ്കിൽ അവിടെ അങ്ങ് പ്രാർത്ഥന തുടരുമ്പോൾ കാലം മാറ്റുന്ന ദൈവപ്രവൃത്തി ആരംഭിക്കും. സ്തോത്രം. ഹല്ലേലൂയ.
പേടിച്ച് ചെതറി നടന്നാൽ, അതും ഇതും കേട്ട് ഭയപ്പെട്ട് മനസ്സിടിഞ്ഞ് നടന്നാൽ നമ്മുടെ ആത്മീയതയും നമ്മുടെ ശുശ്രൂഷയും ഡൗൺ ആകും. ഇങ്ങനെ ചില വിഷയങ്ങൾ പൊങ്ങി വരുന്നു. ആകപ്പാടെ താളം തെറ്റുമെന്നാ തോന്നുന്നേ എന്ന് തോന്നുമ്പോൾ ചിലരെങ്കിലും 500 പേരെ കിട്ടിയില്ലെങ്കിലും കുറെ പേരൊക്കെ പോയാലും ചിലരെങ്കിലും പ്രാർത്ഥനാ മുറി കയറുമ്പോൾ മറ്റൊരു കാലം ദൈവം വെളിപ്പെടുത്തും. യേശുവിൻ്റെ നാമത്തിൽ കേരളത്തിലെ ദൈവസഭയോട്, ഓൺലൈനും കൂടി ഉണ്ടല്ലോ, കേരളത്തിലെ ദൈവസഭയോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് പറയുന്നു. ഭയപ്പെട്ട് ഒതുങ്ങിപ്പോയാൽ, പേടിച്ച് മാറിപ്പോയാൽ ഇതോടെ ചരിത്രം തീരും. എന്നാൽ ഈ പശ്ചാത്തലത്തിൽ നീ മുറിക്കകത്ത് കയറി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നീ പ്രാർത്ഥനയിൽ തുടർന്നാൽ മറ്റൊരു സംഗതി ദൈവത്തോടെ വെളിപ്പെടുത്താൻ തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്ന കേൾക്ക്. എന്താണെങ്കിലും ഞാൻ പറയുന്നിടത്തോളം കാര്യങ്ങൾ സ്തോത്രം വചനത്തിൻ്റെ പ്രകാശനത്തിന് തക്കവണ്ണം പറയാം. ആ കാലത്ത് നടന്ന 2-3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം, കേൾക്കണേ. ആ കാലത്ത് നടന്ന 2-3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോളണം. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി വെക്കണമെങ്കിൽ എഴുതി വെച്ചോളണം, കേൾക്കണേ. അപ്പോൾ സ്തോത്രം, ഇവർ പ്രാർത്ഥന തുടരുമ്പോൾ ഒന്നാമത്തെ കാലം ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തിയിൽ 6 കാലങ്ങൾ വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം, ചുമ്മാ നടക്കുമ്പോഴല്ല, അഭിപ്രായം പറയുമ്പോഴല്ല, സ്തോത്രം, ഹല്ലേലൂയ, എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുമ്പോഴല്ല. പിന്നെയോ ഒന്നാമത്തെ കാലം വെളിപ്പെട്ടത് പ്രാർത്ഥന തുടർന്നപ്പോൾ. ഉപവാസ പ്രാർത്ഥന 21 ദിവസങ്ങൾ ഇവിടെ തുടരുമ്പോൾ 18ാമത്തെ ദിവസമാണെങ്കിലും ഈ ദൂത് നിന്നോട് പറയുമ്പോൾ കേട്ടോളണം, ഇതിനപ്പുറം മറ്റൊരു കാലം തുടങ്ങണം. ആ പഴയ കാലത്ത് ഭയത്തിന്റെ, ഭീതിയുടെ, ഒതുങ്ങിപ്പോയ ആ പഴയ കാലത്ത് ഊർജ്ജസ്വലതയുടെ, ഉന്മേഷത്തിന്റെ, ശുശ്രൂഷയുടെ, പരിശുദ്ധാത്മാ വ്യാപാരത്തിന്റെ അധികം കരങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന മറ്റൊരു ചരിത്രത്തിന്റെ തുടക്കം ഇന്ന് പകൽക്കാലം സ്വർഗം കൈമാറുമ്പോൾ ആ ഗണത്തിൽ ഞാനും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവരിതിനകത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. സ്വർഗം അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. പേടിച്ചവിടെ പ്രാർത്ഥന തുടരുകയാ. പ്രാർത്ഥന തുടരുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങൾ 15ാം വാക്യം ഞാൻ പറഞ്ഞു വിടാം, നിങ്ങൾ നോക്കിയാൽ മതി. ബൈബിളിൽ തുടരുമ്പോൾ കാണാൻ കഴിയുന്നത്. പത്രോസ് എഴുന്നേറ്റു. പത്രോസ് പറയുകയാണ്, 15ാം വാക്യത്തിന്റെ താഴേക്ക് എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ കേട്ടോളേ. പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പത്രോസ് എഴുന്നേറ്റ് പറയുകയാണ്, സ്തോത്രം, ഇപ്പൊ പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല അദ്ദേഹം, എഴുന്നേറ്റിട്ട് പറയുകയാണ്, സ്തോത്രം, ദാവീദ് മുഖാന്തരം ഉണ്ടായ ഒരു പ്രവചനമല്ല, വചനത്തിന് നിവൃത്തിയായി. അത് യൂദ മരിച്ചുപോയി, കെട്ടിഞ്ഞാണ് ചത്തു. സ്തോത്രം. എന്നിട്ട് പറയുന്നു, താഴേക്ക് വായിച്ചു വരുമ്പോൾ വീണ്ടും ഒരു കൊട്ടേഷൻ കിടക്കുന്നുണ്ട്, അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തന് ലഭിക്കട്ടെ. സ്തോത്രം. അതും നിവൃത്തിയാകാനുള്ള വചനമാണ്. യൂദ കെട്ടിയാണ് ചത്തു എന്നുള്ളത് ദാവീദ് പറഞ്ഞിരുന്നതാണ്. അതിന്റെ നിലവാരത്തിൽ അത് നിവൃത്തിയായി എന്നല്ല അവിടെ വായിച്ചേ, അല്ലേ? നിങ്ങൾ എല്ലാം നോക്കുന്നുണ്ടപ്പോൾ ഞാൻ ഒത്തിരി തെറ്റുപറ്റിയോ? അങ്ങനെയല്ലേ? 15-16 വാക്യത് വായിച്ച എന്താ? നിവൃത്തിയായി എന്നല്ലേ? ലഭിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. നിവൃത്തിയായി, അല്ലേ? സഹോദരന്മാരെ, പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയെത്തുന്നത് യൂദയെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തിയാകുന്നത് ആവശ്യമായിരുന്നു. അപ്പൊ അത് അപ്രതീക്ഷിതമായിട്ട് നടന്നതല്ല, അത് ആവശ്യമായിരുന്നു, അത് സംഭവിച്ചു. പക്ഷേ സ്തോത്രം, അടുത്തത് അദ്ദേഹം ഒരു വാക്യം മാത്രമേ കണ്ടുള്ളൂ. ചില ആൾക്കാരുണ്ട് ഇങ്ങനത്തെ വാക്യം മാത്രമേ കാണുള്ളൂ. ഏതാ? കെട്ടിയാണ് ചത്തു, അതേ കാണുള്ളൂ. അതിൻ്റെ അടിയിൽ വേറെ എഴുതിയിട്ടുണ്ട്, അവന്റെ അധ്യക്ഷ സ്ഥാനം. അതൊരു പോസിറ്റീവ് വാക്യമല്ലേ? നെഗറ്റീവ് വാക്യങ്ങൾ മാത്രം കാണരുത്. അതിന്റെ അടിയിൽ പോസിറ്റീവ് ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നേ? അവന്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു എഴുത്തോടെ ഉണ്ടെന്നേ. സ്തോത്രം. സംഭവിച്ചത് സംഭവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അതിനി നമുക്ക് വേണമെങ്കിൽ 1.5 മാസത്തേക്ക് ചർച്ചയ്ക്ക് വെക്കാം. ഇപ്പോഴും ചർച്ചയാണല്ലോ. യൂദയെ കൂടെ കൊണ്ട് നടന്നിട്ട്
സ്തോത്രം. യൂദ ഒറ്റിക്കൊടുത്തത് ദൈവം അറിഞ്ഞോണ്ടല്ലേ? സ്തോത്രം. അത് കർത്താവ് കാണിച്ച ഏറ്റവും വലിയൊരു മോശമായി പോയില്ലേ? ആ ചർച്ചയും കൊണ്ടിരിക്കാതെ എൻ്റെ അടിയിലത്തെ വാക്യം നോക്കിയേ. സംഭവിച്ചത് സംഭവിച്ചു, അതിൽ കിടന്ന് കുഴയരുത്. അത് ആവശ്യമായിരുന്നു. അടുത്ത ഭാഗത്തേക്ക് കാല് വെക്കണം. അതെന്താ? ആ വിടവ് നകലണം. വേറൊരു വാക്യമാണ് അവിടെ എഴുതിയിരിക്കുക, അല്ലെങ്കിൽ വേറൊരു ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. അവന്റെ അധ്യക്ഷ, എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വരുന്ന പേരെന്ന് പറഞ്ഞത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹോട്ടലിന് 13 എന്നും പറഞ്ഞ് നമ്പർ ഇല്ലെന്ന്. ഹോട്ടൽ റൂംസിന് 13 എന്നും പറഞ്ഞോണ്ട്, അയ്യോ നിങ്ങൾ ആദ്യം തിരുവനന്തപുരംകാർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് 13 എന്നും പറഞ്ഞ് നമ്പർ ഇല്ല. സ്തോത്രം. എന്നതുപോലെ 11 ഒരു ശുഭകരമായ നമ്പർ അല്ല എന്നും പറഞ്ഞുകൊണ്ട് പത്രോസ് എഴുന്നേറ്റതാണോ? അല്ല, വചനം പറഞ്ഞുകൊണ്ട് വചനത്തിലുണ്ട് ആ അധ്യക്ഷ സ്ഥാനം മറ്റൊരുത്തനാകണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിരാശയും ഭാരവുമായിട്ടാണ് അകത്ത് കയറിയത്. സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, ഈ പ്രസ്ഥാനത്തിന് ഇനി മുന്നോട്ട് നടക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പുള്ളി മീൻ പിടിക്കാൻ വേണ്ടി പടകും വലയെടുത്തോണ്ട് മറ്റവരെ വിളിച്ചോണ്ട് പോയത്. എമ്മൗസിലേക്ക് പോയ കക്ഷികൾ എന്തും പറഞ്ഞാ പോയേ? ഇനി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ ആളില്ല, പട്ടിണി കിടന്നാവെന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അവർ പറഞ്ഞു ഞങ്ങളുടെ ആശ മുഴുവൻ പോയി, ഇനി ഈ മാർഗത്തിൽ പ്രതീക്ഷയില്ല. യേശു മരിച്ചതോടുകൂടെ സ്ഥാപനം പൊട്ടി എന്നായിരുന്നല്ലോ അവരുടെ ചിന്ത. അയ്യോ, ഒന്നെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇയാൾ ഇങ്ങനെ ചിന്തിക്കാതിരിക്കട്ടെ ദൈവമേ. സ്തോത്രം. ഇസ്രായേലിനുള്ള വീണ്ടെടുപ്പുകാരനെ ഒന്നും വായിക്കണ്ട, വേണം ഞാൻ പറഞ്ഞു വായിക്കണ്ട. നിങ്ങൾ എന്റെ കൂടെ ചിന്തിച്ചാ അല്ല. ഇവര് 2 കൂട്ടരെയും ചിന്തിച്ചു നോക്കി. പത്രോസ് മീൻ പിടിക്കാൻ പോയത് എന്തുകൊണ്ടാ? ഈ കർത്താവിന്റെ കൂടെ നടന്ന ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. മീൻ പിടിക്കാനായിട്ട് കൈധരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സ്തോത്രം, അങ്ങനെ മീൻ പിടിക്കാൻ കൈധരിച്ചിരുന്നുകൊണ്ട് പോയതാണോ? അല്ല. നിരാശ എന്ന് പറഞ്ഞാൽ ഇനി ഈ വണ്ടി ഓടിയേല, ഇനി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുകയല്ല, ഇത് പൂട്ടിക്കെട്ടി. അതല്ലായിരുന്നു അവരുടെ മനസ്സിലിരിപ്പ്. അല്ലെങ്കിൽ പുള്ളി പോവുകയല്ലോ. യേശു പോകുന്നതിനേക്കാകുമ്പോ ഇങ്ങനെ ഒന്നാമനാക്കിയിട്ടല്ലേ പോയെ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന പ്രസംഗ ഒന്നാമനാക്കിയിട്ടല്ലേ പോയെ? എന്തിനാ ഒന്നാമനാക്കിയത്? ഞാൻ പോയ അടുത്തയാള് നീ ആയിരിക്കണം. ഇങ്ങനെ ഇപ്പോ പറഞ്ഞു എന്നെ കൊണ്ടൊക്കെയല്ല, ഈ കമ്പനി മുമ്പോട്ട് പോകാൻ പറ്റിയല്ല. എമ്മോസിലേക്ക് പോയ പ്രശ്നം ഒച്ചയ്ക്ക് പറഞ്ഞു, ഞങ്ങൾ ആശിച്ചിരുന്നു ഇവൻ ഞങ്ങൾക്ക് രാജ്യം, ഞങ്ങളുടെ ആശ മുടിഞ്ഞു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ്. ഞാൻ പത്രോസിനോട് ചോദിക്കുന്നു, എടാവേ, അങ്ങനെ ചോദിച്ചോണ്ട് പിണങ്ങരുത്, അത്രയും കൂട്ടായെന്ന് ചോദിച്ചാട്ടോ. ഇത്രയാണെങ്കിൽ ഇപ്പൊ എന്തിനാ മുങ്ങാൻ പോകുന്ന കപ്പലിൽ കമ്മിറ്റി വിളിച്ച് കോറം തയ്ക്കാൻ വേണ്ടി ഒരാളെയും കൂടി തെരഞ്ഞെടുക്കുന്നേ? യൂദ പോയ സ്ഥാനത്തേക്ക് വേറൊരാളെ തെരഞ്ഞെടുക്കുന്നത് പ്രതീക്ഷ ഉള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ? ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പൊ ഈ പ്രതീക്ഷ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? ഇന്നലെ മിനിയാന്നും പടകെടുത്തോണ്ട് പോയത് പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടല്ലേ? അപ്പൊ ഇപ്പൊ പ്രതീക്ഷ എവിടെ നിന്ന് കിട്ടി? ഇപ്പൊ ആ വിടവ് നികത്തണം, ഒരു ഫില്ലിംഗ് ഉണ്ടാകണം, ആ സ്ഥാനത്ത് ഒരാള് വരണം എന്ന് ഇയാൾക്ക് തോന്നാൻ കാരണം എന്താ? 10 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ പ്രതീക്ഷയുണ്ടായി. കൈവിട്ടു പോയി, ഇനി നിലനിൽപ്പില്ല, ഇനി ഇത് മുന്നോട്ട് പോകില്ല, ഇതിനി തീരുമെന്ന്, ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞ് കെട്ടും പാണം എടുത്തോണ്ട് പോയവനെ പ്രാർത്ഥനാ മുറിക്കകത്ത് പ്രതീക്ഷ തിരിച്ചു കൊടുത്ത് അവനെ കൊണ്ട് പറയിപ്പിച്ചു, ഇവിടെ ഒരു വിടവ് നികരാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, ഇന്ന് പകലിൽ പ്രതീക്ഷ മടങ്ങി വരട്ടെ. നിന്നെ നിരാശപ്പെടുത്തിയത് അതിനകത്ത് ദൈവം കുറ്റം പറയുന്നത് അതുകൊണ്ടല്ല ദൈവം പുറകെ വന്നത്. നിന്നെ ഭാരപ്പെടുത്തിയത്, നിന്നെ പുറകോട്ട് നടത്തിയത് എന്താണെങ്കിലും പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾ കൃപയുള്ളവര് പറയൂ, ഏത് തകർന്നവനെയും വേര് പിടിപ്പിച്ച് പ്രതീക്ഷ കൊടുത്ത് തിരിച്ചു വരുത്തുന്നതാണ് ഉപവാസവും പ്രാർത്ഥനയും.
ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാർക്ക് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ ചിന്തയ്ക്ക് മാറ്റം വന്നെങ്കിൽ, നിന്റെ കാര്യങ്ങള് നീ വല്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ, നീ പ്രാർത്ഥിച്ചിട്ട് കഥയില്ലാതെ പോയി എന്ന് നിന്നെ ഈ ലോകം പറഞ്ഞു പറ്റിച്ചെങ്കിൽ 18-ാം ദിവസം എത്തി. ഇനി കൂടിയ വിരലുണ്ടാവുന്ന സമയമുള്ളൂ. നിന്റെ പ്രത്യാശ മടങ്ങി വരട്ടെ, പ്രതീക്ഷ തിരിച്ചു വരട്ടെ. ഇതൊരു മതചടങ്ങല്ല, ഇതൊരു മതചടങ്ങല്ല, ഇതൊരു വലിയ മൂവ്മെന്റ് ആണ്. ഇത് ചിലർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. ഇത് പ്രായം നോക്കാതെ നിന്നുപോയ ചില പ്രവർത്തികൾ, നിന്നുപോയ ചില ദൈവ മഹത്വം അത് മടങ്ങി വരാൻ 2024 ഈ ഉപവാസ പ്രാർത്ഥന ദൈവദാസന്മാരെ പ്രതീക്ഷ മടങ്ങി വരുന്നു. നിന്ദിച്ചവര്, വിമർശിച്ചവര്, ഈ മാർഗം കൊള്ളത്തില്ലെന്ന് പറഞ്ഞവര്, കൂടെ കൂടെ വീണുപോയവര്, എടുത്തെടുത്ത് കാണിച്ച് അതിനകത്ത് ചതഞ്ഞു പോയവര്, എല്ലാരോടും ദൈവം പറയുന്നു, എല്ലാരോടും ദൈവം പറയുന്നു, നീ ചുമ്മാ കറങ്ങി നടക്കാതെ, അഭിപ്രായം പറഞ്ഞു നടക്കാതെ, നീ ഫേസ്ബുക്കും വാട്സാപ്പും തപ്പി നടക്കാതെ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ 10 വട്ടം പരീക്ഷ എഴുതിയിട്ടും നിനക്ക് പിടിച്ചു കയറാൻ പറ്റാതെ വന്നതുകൊണ്ട്, പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കഥയില്ലെന്ന് ഇതിനകത്ത് വിട്ടുപോയത് കൊണ്ട് പുറത്ത് പറയാൻ പറ്റില്ലെങ്കിൽ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ സഭയുടെ ഒരു ഭാഗമായിട്ടുണ്ടെങ്കിലും അവരെ കളയത്തില്ല ദൈവം. അവരുടെ അകത്ത് പ്രതീക്ഷ കൊടുത്ത് അവരെ കൊണ്ട് ദൈവത്തിൻ്റെ കൃപ നിറപ്പിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരിന്ന് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളതിനകത്ത് വെളിപ്പാടൊന്നും വേണ്ട. നിങ്ങൾക്കറിയാമെങ്കിൽ ചിലരൊതുങ്ങിപ്പോയി, ഞായറാഴ്ച മാത്രം കട്ടി വരുന്നു, ആരോടും മിണ്ടാറില്ല, ആശീർവാദത്തിന് മുമ്പേ അവർ മിണ്ടാൻ നിൽക്കുന്നത്. അതുപോലത്തെ ക്ഷതമേറ്റ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ നീറി നിൽക്കുന്ന ആരോ ഉണ്ട്. ഇല്ലെങ്കിൽ ദൈവം അങ്ങനെ പറയില്ല. നിങ്ങൾ അവരോട് പറയണം, നിനക്കുള്ള ദൂതായിരുന്നു 18-ാം ദിവസം, നീ വരാതെ പോയില്ലേ? പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു നിന്നെ ഇത് ഓർപ്പിക്കണമെന്ന്. നീ ബാക്കിയുള്ള ദിവസമെങ്കിലും പാതപീഠത്തിലിരിക്കുക, സ്വർഗം നിനക്ക് പ്രതീക്ഷ തരൂ, നിന്നെ എഴുന്നേൽപ്പിക്കൂ. ഈ മാർഗം നിന്നു പോകില്ല, ഇതിന്റെ ഉറവ അടയില്ല, ഇത് പൂട്ടിക്കെട്ടാൻ സമ്മതിക്കില്ല. ഇതിനെതിരെ വന്ന് ഒരു ശക്തിയായും 2000 വർഷമായി ദൈവം നിലനിർത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അല്പസമയത്തേക്ക് പ്രതീക്ഷ മടങ്ങി വരുന്ന ദിവസമാണെന്ന്. പ്രത്യാശ മടങ്ങി വരുന്നു, നിന്റെ ശുശ്രൂഷ മടങ്ങി വരുന്നു, നിന്റെ കൃപാവരം മടങ്ങി വരുന്നു. നീ പലവട്ടം പേപ്പർ കൊടുത്തിട്ട് നിന്റെ പേപ്പർ റിജക്റ്റ് ആയി. അതുകൊണ്ട് ഭാരപ്പെടരുത്. അവസരങ്ങൾ സ്വർഗം നിനക്കും നിന്റെ സന്തതിക്കും പരിശുദ്ധാത്മാവ് ഇന്ന് പകരക്കാലം നീട്ടി തരികയാണ്. തട്ടിക്കളയരുത്. ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു. ഇത് പ്രതീക്ഷ വർദ്ധിക്കുന്ന സമയം. യേശുവിന് മഹത്വം. കാലം മാറുന്ന കണ്ടോ? പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിയതുപോലാണോ കാലം മാറുന്ന കണ്ടോ? 2 കൊല്ലം കഴിഞ്ഞില്ല, 5 കൊല്ലം കഴിഞ്ഞില്ല, 10 ദിവസങ്ങൾ പിന്നിട്ടേ ഉള്ളൂ. പ്രാർത്ഥന 10 ദിവസങ്ങൾ പിന്നിട്ടേ ഉള്ളൂ. മനസ്സ് മാറിയത് കണ്ടോ? തീരുമാനം മാറിയത് കണ്ടോ? ആശയം മാറിയത് കണ്ടോ? പ്രതീക്ഷ വന്നത് കണ്ടോ? കർത്താവ് എന്നോട് പറയുന്നു, സ്തോത്രം,
വചനം നിവർത്തിയാകാനുണ്ട്. ഹല്ലേലൂയ. ഇനിയും വചനം നിവർത്തിയാകാനുണ്ട്. വചനം ശബനദരകക്ഷസി. എനിക്ക് തോന്നുന്നു പണ്ട് ദാവീദ് മരിക്കാൻ കിടക്കുമ്പോൾ മനസ്സിലേക്ക് ദൈവാത്മാവ് കൊണ്ടുതരുന്ന വചനങ്ങൾ ചേർത്ത് പറയാം. സ്തോത്രം. മരിക്കാൻ കിടക്കുമ്പോൾ 1 രാജാക്കന്മാർ 1-ാം അധ്യായം, ഇതിനകത്താണ് ദാവീദിൻ്റെ മരണ ദിവസങ്ങൾ. സ്തോത്രം. 2 രാജാക്കന്മാർ 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം ഒന്ന് നോക്കട്ടെ. സ്തോത്രം. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായം എടുക്കാം. 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 1 രാജാക്കന്മാർ 2-ാം അധ്യായം 3-ാം വാക്യം. ഇച്ചിരി വലിയ വാക്യമായിരിക്കും, എന്നാലും ഒന്ന് വായിക്കാമോ? നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകേണ്ടതിന് നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി എൻ്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രായേലിന്റെ രാജസന്നിധിയിൽ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി. യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനായി മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികൾ നടന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചു കൊള്ളുക. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചോളണം ആ വാക്ക് കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച ആ വാക്ക് ഇങ്ങനെയാണ്. അപ്പൻ മോനോട് പറയുകയാ, മരണക്കടക്കിൽ കടന്നിട്ട് അടച്ചിട്ട് മുറിക്കകത്തിന്റെ ഭാവന കൂടി ചേർത്ത് പറയുവാണെങ്കിൽ ആ രംഗം ശ്രോത്രം ഇങ്ങനെ ആയിരിക്കാം. ശലോമോനെ മാത്രം അകത്തേക്ക് വിളിച്ചിട്ട് അവസാനത്തെ നിമിഷങ്ങൾ പിന്നിടുന്ന ദാവീദ്, മരണ ദിവസങ്ങളാണത്. അകത്തേക്ക് വിളിച്ചിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു കാര്യം ഇതാണ്, മോനെ, നമ്മുടെ വീട്ടിൽ ഇനിയും ദൈവത്തിന്റെ വചനം നിവർത്തിയാകാനുണ്ട്. അങ്ങനെയല്ലേ വാക്കിന്റെ ഉള്ളടക്കം? എഴുതിയിരിക്കുന്ന അതുപോലെ വായിക്കാനാണെങ്കിൽ എന്നെ പോലത്തെ ഒരു പാസ്റ്റർ പറയേണ്ട കാര്യമില്ല, ആരെങ്കിലും കൂടി ഇരുന്ന് വായിച്ചാൽ പോരെ. യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി. വ്യാഖ്യാനിക്കാനാണല്ലോ ദൈവദാസന്മാരെ വിടുന്നേ. സ്തോത്രം. വാക്യത്തിനകത്ത് ഉള്ളടക്കത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്ത ഇത്രയല്ലേ ദാവീദ് പറഞ്ഞതിന്റെ ഉള്ളടക്കം. ശലോമോനെ, ദൈവത്തിന് നമ്മുടെ വീട്ടിൽ ഇനിയും വചനം പറയാനുണ്ടെന്നല്ല, നിവർത്തിക്കാനുണ്ട്. അതിനർത്ഥം എന്നോട് അപ്പനോട് പറഞ്ഞ പല വചനവും നമ്മുടെ വീട്ടിൽ നിവർത്തിക്കാനുണ്ട്. പക്ഷെ ഞാൻ ഇന്നോ നാളെയോ എൻ്റെ ആയുസ് പൂർത്തിയാക്കി എൻ്റെ വേല തികച്ച് എല്ലാം തികഞ്ഞവനായി എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകും. ഞാൻ പോയാലും നമ്മുടെ വീട്ടിൽ നിവർത്തിയാകേണ്ട വചനം നിവർത്തിയാകണം. വചനം നിവർത്തിയാകൽ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സ്തോത്രം. വചനം കേൾക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഈ യോഗം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു യോഗം വെച്ചിട്ട് ഈ ഉപവാസ പ്രാർത്ഥന വന്നതിൽ ഡേറ്റ് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉപദേശം കൂടി വിളിച്ച് ഭാഷയോട് പറഞ്ഞിട്ട് ഒരു ദിവസം യോഗം വെച്ചാൽ ചിലപ്പോൾ ഇതിനേക്കാൾ സുന്ദരമായൊരു വചനം കിട്ടും, കേൾക്കാം. അതിനൊരു 10,000-3000 രൂപയുടെ ചെലവും ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ വചനം കേൾക്കാം. പക്ഷെ കേട്ട വചനം നിവർത്തിയാകണമെങ്കിൽ അത് നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ടെന്ന് അറിയാല. കേൾക്കാൻ പണം മുടക്കും, പിന്നെ യോഗം വെക്കും, നോട്ടീസ് അടിക്കും, ഇനി അടിക്കണം, എന്നെ വിളിക്കണം. സ്തോത്രം. മനസ്സിലായോ? പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഇതുപോലെ മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും, സ്തോത്രം, രാവിലെ പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ജോലി കാലത്ത് ഒരാണ്ടിൽ 3 പ്രാവശ്യം 21 ഇരുന്ന കാലമുണ്ടെന്ന്. 3 പ്രാവശ്യം. സ്തോത്രം. ഹല്ലേലൂയ. ഒരാണ്ടിൽ 3 പ്രാവശ്യമൊക്കെ 21, ഇത്രയും ആള് കൂടാത്ത, ഇത്രയും പ്രഭാഷകരില്ലാത്ത, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഇത്രയും ഫെമിലിയാരിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിൽ 3 പ്രാവശ്യമൊക്കെ ഒരാണ്ടിൽ ഉപവസിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമായിട്ടെടുക്കരുത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയൊക്കെ ഒരു ക്രമീകരണം ഈ പട്ടണത്തിൽ ഉണ്ടായത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ സ്റ്റേജ് ഷോയിൽ ആളുകൾ വന്ന് നമ്മളെ അന്നേരം ചിരിപ്പിക്കാൻ വേണ്ടി തരുന്നത് പോലൊരു പ്രോഗ്രാം നടത്തുകയല്ല. ഈ പറയുന്നതെല്ലാം നിവർത്തിയാകേണ്ട സൂത്രമാണ്.
ഇത് തിരിച്ചറിഞ്ഞ ദാവീദ് മോനോട് പറഞ്ഞു, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല. കരയാനും പ്രാർത്ഥിക്കാനും നിലവിളിക്കാനും കൂടെ നിർത്താനും ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഞാനില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ വചനം നിവർത്തിയാകും. അതിനെന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യാനാ പറഞ്ഞത്? മോശ കൽപ്പിച്ച ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. നോക്കണം, നീ വചനം കേൾക്കാൻ ഇതൊന്നും വേണ്ട. സ്തോത്രം. ഒരു ദിവസം മാറ്റിവെച്ചൊരു യോഗം വെച്ചൊരു ദൈവദാസനെ കൂടി വിളിച്ച് നമ്മുടെ പാസ്റ്ററെ വിളിച്ചാൽ 1.5 മണിക്കൂർ പ്രസംഗിക്കും, വചനം കേൾക്കാം. പക്ഷെ അത് നിവർത്തിയാകണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞിരുന്ന വചനം നിവർത്തിയാകും. ഇവിടെ നമ്മളെ കൊണ്ട് ആലയം പണിയിപ്പിക്കുമെന്ന് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ വചനം നിവർത്തിയായി കണ്ടിട്ടല്ല ഞാൻ കണ്ണടയ്ക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, നീ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്നാൽ എന്നെ കൊണ്ട് കഴിയാത്തത് നിന്നെ കൊണ്ട് അവൻ ചെയ്യിപ്പിക്കും. അത് നിവൃത്തിയാകേണ്ട കാര്യമല്ല. എന്നാ ദൈവം അങ്ങനെയല്ലേ പറഞ്ഞേ? അത് നീ ഇപ്പൊ സ്തോത്രം ആലയത്തിന്റെ കാര്യം ചിന്തിക്കണ, ഞാൻ ചിന്തിച്ചോളാം. സ്തോത്രം വലിയ മേങ്കാര്യം ഒന്നും അന്വേഷിക്കണ്ട എന്നല്ലല്ലോ പറഞ്ഞ ദാവീദിനോട്. അന്ന് ദാവീദിന്റെ ആഗ്രഹത്തിന് പറഞ്ഞു, നീ ഇപ്പൊ ആലയം പണിയണ്ട, നിന്റെ കൈ ഒരുപാട് രക്തം ചുരിഞ്ഞതുകൊണ്ട് നിന്റെ സന്തതിയെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിച്ചോളാം. അങ്ങനെയല്ലേ പറഞ്ഞേ? സ്തോത്രം. അത് മോനോട് പറയട, വചനം നിവൃത്തിയാകാനുണ്ട്. അത് ദാദോ നാഥാനോ വന്ന് പറഞ്ഞ പ്രവചനമല്ല, സ്വർഗം പറഞ്ഞ വചനമാണ്. വാഗ്ദത്തം വേറെ, പ്രവചനം വേറെ, വചനം വേറെ. സ്തോത്രം. വചനം നിവൃത്തിയാകാനുണ്ട്. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും ഹല്ലേലൂയ. അവിടെ പറയുന്നത് എന്താ? അവര് പ്രസംഗിക്കും, കർത്താവ് വചനം ഉറപ്പിക്കും. സ്തോത്രം. എങ്ങനെ ഉറപ്പിക്കുന്ന? അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. വചനം ഉറയ്ക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇന്നിത് കേൾക്കുന്നു. ഈ കേട്ട സംഭവം ഇവിടെ വെച്ച് നിങ്ങൾ വിശ്വസിച്ചാൽ നാളെ ഇത് അത്ഭുതമായി മാറും. നാളെ ഇത് ദൈവത്തിന്റെ സ്തോത്രം വണ്ടേഴ്സ് ആൻഡ് സയൻസ് സ്തോത്രം ഇത് അടയാളമായി മാറും. സ്തോത്രം. അത് ദൈവമാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുന്നു. സ്തോത്രം. ദൈവം പറഞ്ഞ വചനം നിവർത്തിയാകാനുണ്ട്. സ്തോത്രം. അവന്റെ അധ്യക്ഷ സ്ഥാനം വേറൊരുത്തിന് കിട്ടണം എന്ന് എഴുതിയിരിക്കുകയാൽ ഞാൻ ആദ്യം പറഞ്ഞത് 10 ദിവസത്തെ പ്രാർത്ഥന പിന്തുടരുമ്പോൾ ഇനിയിപ്പോൾ എന്നാ സ്തോത്രം ആളെ തിരഞ്ഞെടുക്കാനാ, ഇനിയിപ്പോൾ എന്തിനാ എന്നൊരു ചിന്തയല്ല. യൂദ പോയ സ്ഥാനത്തേക്ക് തിരുവചന പ്രകാരം മറ്റൊരാൾ വരണം. ഇപ്പം ആ കാലത്തിൻ്റെ പ്രത്യേകത പറയുക. അടുത്തത് ഒന്ന്, ഈ കാലത്തിൻ്റെ പ്രത്യേകത അവർ പ്രാർത്ഥനയിൽ തുടർന്ന കാലമായിരുന്നു. 2, നഷ്ടപ്പെട്ട പ്രതീക്ഷ തിരിച്ചു കിട്ടിയ കാലമായിരുന്നു. അതുകൊണ്ട് പത്രോസിനെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചതിനായി സ്തോത്രം. കാരണം ഇങ്ങനാണല്ലോ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആദ്യം എടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് പുള്ളിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. നമുക്ക് സ്തോത്രം ഒരാളെ തിരഞ്ഞെടുത്ത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഇനി അടുത്തത്, ആ ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അത്രയും നാള അപ്രസക്തനായിരുന്ന മത്യാസ് എന്ന് ഞാൻ ചുരുക്കി പറയാതെ, മത്യാസ് എന്ന് പറയുന്ന ഒരുവൻ, അവനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ സ്നാനം മുതൽ ഇന്നുവരെയും നമ്മളോട് കൂടെ നടന്നവരിൽ ഒരാൾ. സ്തോത്രം. ഇപ്പൊ യേശുവിൻ്റെ സ്നാനം മുതൽ ഇന്ന് വരെ നമ്മൾ ഇതുവരെ കേട്ടത് പത്രോസ്, യോഹന്നാൻ, അന്ത്രയോസ്, ഫിലിപ്പോസ്, തദ്ദായി, മത്തായി, പിന്നെ സഹോദരിമാരാണ്. പക്ഷേ ഇതുവരെ പേര് പുറത്തു വരാത്ത ചിലരും ഈ കൂടെ വീട്ടിൽ പോകാതെ നടക്കുന്നുണ്ട്.
അവരാരും രംഗത്ത് വന്നിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ? അധ്യക്ഷസ്ഥാനം. അങ്ങനെ വാക്കല്ലേ എഴുതിയിരിക്കുന്നേ? അധ്യക്ഷസ്ഥാനം. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഞാനിവിടെ വന്ന് വണ്ടടിക്കുമായിരുന്നു, ഈ യൂദയൊക്കെ അധ്യക്ഷസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യോഗം നടത്തുക എന്നുള്ളതല്ല. സ്തോത്രം, ഏറ്റവും വലിയൊരു മെഗാ ടീം ലോകം കണ്ടതിൽ വെച്ച് എല്ലാവർക്കും ടീമുണ്ടായിരുന്നു. ലോകം ഭരിച്ച ചക്രവർത്തിമാർ, സാമ്രാജ്യാധിപന്മാർ, അവർക്കെല്ലാവർക്കും എല്ലാ കാലഘട്ടത്തിലും ഒരു ടീമുണ്ട്. സ്തോത്രം. പത്രോസിനുണ്ടായിരുന്നു, പൗലോസ്, ഇവരൊക്കെ ഉണ്ട്. ഇവർക്കെല്ലാം ഒരു ടീം. പൗലോസിന്റെ കൂടെ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ ടീമായിരുന്നു. സ്തോത്രം. ബർണബാസ്, പിന്നെ അങ്ങനെ ഒത്തിരി പേരുടെ പേരറിയാലോ. ശീലാസ്, തിമോത്തിയോസ്, സ്തോത്രം, അങ്ങനെ പലരും. മോശയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരു സംഘം, പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 10-ാമത്തെ അധ്യായത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് കൊർന്നല്യോസിന്റെ വീട്ടിൽ സ്തോത്രം പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആത്മാവ് ഇറങ്ങി വന്നു. അവർ അന്യഭാഷ പറഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പത്രോസിന്റെ കൂടെ വന്ന യഹൂദന്മാരായ സഹോദരന്മാർ. അതിനർത്ഥം എന്താ? പത്രോസ്, ഞാൻ ഇന്ന് യോഗത്തിന് വന്നാലും ഒറ്റയ്ക്കല്ല വന്നേ, ഞാനൊന്ന് ഒറ്റയ്ക്കല്ല വന്നേ. ഇവരെവിടെ പോയാലും ഒരു സംഘമാ, ടീമാ. ഇന്നും ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എല്ലാ കാലഘട്ടത്തിലും. പക്ഷേ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ടീം 12 അപ്പോസ്തലന്മാരുടെ ടീമാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് തെരഞ്ഞെടുത്ത 12 പേർ, അത് 12 അധ്യക്ഷന്മാരാണ്. അല്ലേ ആ വാക്കിന്റെ അർത്ഥം? 12 അധ്യക്ഷന്മാരാ. അതിലൊരധ്യക്ഷനായിരുന്നു യൂദ. ഞാനൊരു വാക്കുപയോഗിക്കുമ്പോൾ പിണങ്ങരുത്. നക്കാപ്പിച്ച ചില്ലറയ്ക്ക് വേണ്ടി സ്വർഗം തെരഞ്ഞെടുത്ത് അധ്യക്ഷ സ്ഥാനം വിറ്റുകളഞ്ഞ കഥഭാഗ്യൻ. സ്തോത്രം. എന്തോ സാധ്യതയായിരുന്നു. ചുമ്മാ ബാഡ്ജം കുത്തി സ്തോത്രം വാതുക്കൽ നിൽക്കുന്ന ഒരാളല്ലായിരുന്നു. യേശു തെരഞ്ഞെടുത്ത അധ്യക്ഷൻ. അത്രയും വലിയ പദവിയെ ഒരു നിമിഷത്തെ സ്തോത്രം വൈകാരികമായിരിക്കുന്ന ചില്ലറയോടുള്ള എന്തോ ഒരു മോഹം കൊണ്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മണി മൈൻഡ് ഏറ്റവും വലിയ ചതിയാണ്. അദ്ദേഹത്തിൻ്റെ ഇടപാടും സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മണി മൈൻഡ് മാനായിരുന്നു എന്ന്. ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുന്നു എൻ്റെ ചർച്ചിലെ എൽഡേഴ്സിനോടും, വീടുകളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകുന്നവരോടും, വീടുകളിൽ പ്രാർത്ഥന വെക്കുന്നവരോടും. അപ്പോൾ അവരോടൊക്കെ പ്രാർത്ഥനയൊന്നും വെക്കാൻ പറ്റിയില്ലെന്ന് പറയാൻ പറ്റിയല്ല. അവർക്കൊരു കൃപ ലഭിച്ചു, വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നു. ചൊവ്വാഴ്ച തോറും പ്രാർത്ഥന. പാസ്റ്റ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഭാര്യ പ്രാർത്ഥിച്ചോട്ടെ. അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ഉണ്ട്, എൽഡേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ട്രാക്റ്റ് കൊടുക്കാൻ പോകുന്നു. പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഒരു കാര്യം ഞാൻ കർശനമായി പറയാറുണ്ട്, ഏതെങ്കിലും കാരണവശാൽ എങ്ങാണ്ടെന്നും കിട്ടിയ ട്രാക്റ്റ് കൊടുത്തുകൊണ്ട് ഒരു മണി മൈൻഡിലായി ഇറങ്ങുന്നതെങ്കിൽ സ്തോത്രം, ഷുഗർ വന്ന് വീട്ടിൽ കിടക്കും. പണയരുത് കേട്ടോ, അത്ര അങ്ങ് പച്ചയ്ക്ക് പറയും. ഷുഗർ വന്ന് വീട്ടിൽ കിടക്കും. ഈ ട്രാക്റ്റും കൊണ്ടിറങ്ങുന്നതിൽ മണി മൈൻഡ് ഇല്ലെങ്കിൽ നിങ്ങളെ ആരാക്കണമെന്ന് ദൈവം നിശ്ചയിക്കും. സ്തോത്രം. ഏത് ഉപദേശിയാണെങ്കിലും ഏത് ശുശ്രൂഷകനാണെങ്കിലും ആ ഒരു മൈൻഡ് ഇല്ലെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. സ്തോത്രം. ദൈവം നമ്മളെ മാനിക്കും. ഞാനത് പറയുമ്പോൾ അധികം പറ്റുമോന്നറിയില്ല. ഞാൻ ആ കാര്യം ഇപ്പോൾ പറയേണ്ടി വന്നതുകൊണ്ട് പറയുക. അടിമാലിയിൽ സ്തോത്ര ഹൈ റേഞ്ചിൻ്റെ താഴ്വാരത്ത് സ്തോത്രം അവിടെ അടിമാലിയിൽ ഒരു ദിവസം എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ആരാന്നറിയില്ല, എനിക്ക് മുൻപരിചയമില്ലായിരുന്നു. ഇത്രയും തിരക്കില്ലാത്ത കൊറോണയ്ക്ക് മുമ്പ് ഒരു കാലം. അന്ന് എനിക്കൊരു എന്താ പറയുക, ഒരു മാരുതിയുടെ വാഗണാർ കാറായിരുന്നു, ചുവന്ന വണ്ടി. ആ വണ്ടിയും കൊണ്ട് ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. സാധാരണ ബസ്സിനാൻ പോകാറുള്ളൂ, പക്ഷെ അന്ന് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഓടിച്ചെന്നാൽ ബസ്സിന് കയറി എത്തത്തില്ലെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ഒരു സഹോദരനെ വിളിച്ചു, എൻ്റെ ചർച്ചിലുള്ള ഹൈന്ദവ പശ്ചാത്തല വിശ്വാസത്തിൽ വന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് വരാമോ? സ്തോത്രം. പകലൊരു നേരമുള്ളൂ എൻ്റെ അടുത്തൊരു യോഗത്തിന്. പുള്ളി വരാമെന്ന് പറഞ്ഞു. ഒരുങ്ങി ഞങ്ങളോട് ചവിട്ടി പിടിച്ച് അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, ഒരു റോഡിൻ്റെ സൈഡിൽ നിരന്ന ബിൽഡിങ്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ താമസത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വാടക കുറച്ച് ക്രമീകരിച്ചിരിക്കുന്ന സെറ്റപ്പാണ്. കുറച്ച് ആളുകൾ 10-20 പേര് അവരെ സംഘടിപ്പിച്ചൊരു സുവിശേഷകനാണ്, അദ്ദേഹം ഭാര്യയും കൂടെ. ഞാനവിടെ പ്രസംഗിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടില്ലാന്ന് മനസ്സിലായി. ആഹാരം തന്നു. ആഹാരമൊക്കെ തന്നപ്പോഴത്തേക്ക് നമുക്കറിയാലോ, ഞാനിച്ചിരി സ്നേഹത്തോടെ നിങ്ങളോട് ഇച്ചിരി തുറന്നു പറയുക കേട്ടോ ആ രംഗം. അപ്പോൾ ഒരു ഓമയ്ക്ക തോരനും മത്തി ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു വീടിൻ്റെ സാഹചര്യം.
ഞാൻ യോഗം കഴിഞ്ഞപ്പോൾ അവരൊരു കവറും കൊണ്ട് വന്നപ്പോൾ ഞാൻ കവർ മേടിച്ചില്ല. ഞാൻ പറഞ്ഞു ഇനി ഒരു പ്രാവശ്യം വരുമ്പോൾ മേടിക്കാം. അവർ പറഞ്ഞു ഇത്രയും ദൂരം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മേടിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ സന്തോഷത്തിൽ അദ്ദേഹത്തെ സാധനപ്പെടുത്തിയിട്ട് ഞാൻ ആ പടിക്കെട്ട് ഇറങ്ങി വന്ന് വണ്ടി കയറിപ്പോൾ എൻ്റെ കൂടെ വന്ന സഹോദരൻ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നെ പണിയാണ് കാണിച്ചേ, ഒന്നും എൻ്റെ കാശൊന്നും അധികം ഇന്ന് കാശുണ്ടെന്ന് പറയാൻ പറ്റിയില്ല, എങ്കിലും അത്യാവശ്യത്തിനൊക്കെ ദൈവത്തിന് കൃപയിൽ ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥിതിയിലായി. ഉള്ളത് പറഞ്ഞല്ലോ, പക്ഷെ അന്ന് ബുദ്ധിമുട്ടാണ്. പറഞ്ഞു പാസ്റ്റർ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കാര്യം നടക്കും? ഞാൻ പറഞ്ഞു അവരോടെങ്ങനെ കാശ് മേടിക്കും? പാവങ്ങൾ. നമ്മൾ ആ അരി കണ്ടില്ലേ? നിങ്ങൾക്ക് വിഷമം തോന്നരുതിട്ട്, ഞാൻ സത്യം കൊണ്ട് പറയാം. നമ്മൾ അവർ വിളമ്പത്തുന്ന ചോറിൻ്റെ അരി കണ്ടില്ലേ? ആ അരി കിലോയ്ക്ക് എത്ര രൂപ? ഒരുപക്ഷെ റേഷനായിരിക്കും. നമ്മളെപ്പോലത്തെ ഒരാൾ വന്നപ്പോൾ കിലോയ്ക്ക് അന്ന് 35-40 രൂപ അരിക്ക് വിലയുള്ളപ്പോൾ, 35 രൂപ 30 രൂപ വിലയുള്ളപ്പോൾ 1 കിലോ മേടിച്ച് അങ്ങനെ വെക്കാനുള്ള ചിന്തയോ കാശോ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇത് വെച്ചേനേല്ലോ. നിങ്ങൾക്ക് ആ തോരൻ മനസ്സിലായോ? കാബേജും അല്ല, പയറും അല്ല, ഓമയ്ക്കയാ. ഒരു 15 രൂപയ്ക്ക് ഒരു ക്യാബേജ് മേടിക്കാൻ നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഓമയിട്ട് നമുക്കിന്ന് തോരൻ വെച്ച് തരില്ലായിരുന്നല്ലോ. അവരോടെങ്ങനെ കാശ് മേടിക്കുന്നേ? അപ്പം അന്ന് എന്നോട് ചോദിച്ചു, അപ്പം ഇങ്ങനെയാണോ? ഞാൻ പറഞ്ഞു ഇങ്ങനെയാ. ഇപ്പം എല്ലാവരുടെയും വിചാരം എന്നാണെന്നറിയാമോ? സ്തോത്രം, നമുക്കിങ്ങനെ തലണയ്ക്കകത്ത് കാശ് അന്നോട് വന്ന അന്ന് നടന്നൊരു അത്ഭുതം ഞാൻ പറയാം. അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദറെ, ഒരിക്കൽ പോലും എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്നുവരെയും എന്തുകൊണ്ടോ ഞാൻ വലിയ പുണ്യവാളനായതുകൊണ്ടല്ല, അങ്ങനെ ഒരു മൈൻഡ് ദൈവം എനിക്ക് തരാത്തതിനായി സ്തോത്രം. അതുകൊണ്ട് എനിക്കൊരു നഷ്ടം വന്നിട്ടില്ല. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആത്മീയ കാര്യം പറഞ്ഞ് അടിമാലിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കോതമംഗലത്തേക്ക് അടുത്തെത്താറാകുക. അപ്പം എൻ്റെ മൊബൈലിലേക്ക് സ്തോത്രം ഒരു ഇൻ്റർനാഷണൽ കോൾ വരുന്നുണ്ട്. അപ്പം അവിടെ ഇന്നത്തേക്കാൾ റോഡിന് വീതി കുറവായ എൻ്റെ പേരിൽ അവിടെ ഫോൺ എടുക്കാനും പറ്റിയില്ല, നിർത്താനൊരു സൗകര്യമില്ല. കുറച്ച് നേരമായി, 3-4 പ്രാവശ്യമായി ഈ കോള് വരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ വണ്ടി ഒതുക്കിയിടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞാൻ ഒതുക്കിയിട്ടു. അപ്പോൾ കോള് വരുന്നില്ല. ഞാൻ വിചാരിച്ചു ദൈവമേ ഇനിയൊരു കോള് വരുവാണെങ്കിൽ അപ്പോൾ എടുക്കാൻ. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യത്തിന് വീണ്ടും ആ കോള് വന്നു. ഞാൻ കോൾ എടുക്കുമ്പോൾ ഖത്തറിൽ നിന്നാണ്. അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പായിരുന്ന പ്രെയർ ഗ്രൂപ്പുകാർ വീടുകളിൽ യോഗം നടത്താൻ പാടില്ലെന്നൊരു നിയമം വന്ന് അവിടെ ചർച്ച് പണിതപ്പോൾ അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, ഞങ്ങളും ഒരു സഭയാണ്, ഞങ്ങൾക്കൊരു റൂം തരണം ആരാധന നടത്താൻ. ഇപ്പോൾ പെൻഡിങ്ങിൽ കിടക്കുക. അവർക്ക് സാങ്ഷനായി. അവർക്ക് ആ വലിയ ചർച്ച സമുച്ചയത്തിനകത്ത് ഒരു ഹോള് വെള്ളിയാഴ്ച ആരാധനയ്ക്ക് സാങ്ഷനായപ്പോൾ അവർ എല്ലാവരും കൂടി കൂടിയിരുന്നുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ അവരാ ചർച്ച് ലോഞ്ച് ചെയ്യാൻ ഹോളിലേക്ക് സഭയായിട്ട് ആരാധന നടത്താൻ വേണ്ടി നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ദൈവം തെളിയിച്ചു കൊടുത്തു, എന്നെ വിളിച്ച് ആദ്യത്തെ സഭായോഗവും ആ ചർച്ചിൻ്റെ ലോഞ്ചിങ് ഇത് മെസ്സേജും കൊടുക്കണമെന്ന്. എന്നോട് ഏറ്റു ചോദിച്ചു. ഞാനൊന്നും വലിയ തിരക്കൊന്നുള്ള ആളല്ല, എനിക്ക് തോന്നുന്നു മാർച്ച് മാസം കണ്ടായിരുന്നു ഇവിടെ യോഗം കുറവുള്ള സമയം. ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, ഭാഷ എത്ര ദിവസം നിൽക്കും? ഞങ്ങൾ 28 ദിവസം വിസ കൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഏക്കിൽ 28 ദിവസം എടുക്കുക, വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെങ്കിലും ഞാൻ 28 ദിവസം നിന്നു. എത്ര രൂപ കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾ നാളെ തന്നെ പാസ്റ്ററാവും. സ്തോത്രം. അത് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാം, ആ പാവങ്ങളോട് എനിക്കന്ന് അവിടെ വെച്ച് ഞാൻ 100% വിശ്വസിക്കുന്നു, ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് കർത്താവാണ്. നമ്മളിവിടെ തലക്കകത്ത് പീലിപ്പോസ് അപ്പം വെച്ച് കണക്ക് കൂട്ടിയോലെ കണക്ക് കൂട്ടാതെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ, അങ്ങനെ ഒരു മൈൻഡ് അകത്ത് വരാതിരുന്നാൽ, അതിനോടൊരാർത്തി ഉണ്ടാകാതിരുന്നാൽ കർത്താവ് ഇത് സെറ്റ് ചെയ്തോളും. ഇവിടെ നമ്മൾ വേണ്ടെന്ന് വെക്കുമ്പോൾ അവിടെ നമുക്കതിൻ്റെ എത്ര ഇരട്ടിയാന്ന് പറയാനൊക്കെയല്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. സ്വർഗം വിശ്വസ്തനായ ദൈവമാണ്. യൂദ ഒരു മണി മൈൻഡായിരുന്നു, അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു. സ്തോത്രം. ഇല്ലാതെയായി. അതിന് പകരം ചുമ്മാ ഒരു അസിസ്റ്റന്റ് ആയിട്ടല്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ ഒരാൾ വേണം. ഇതോടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഇന്ന് പകരം അവസാനിപ്പിക്കും. 6 കാര്യം പറയാനൊക്കെ ഒന്നും എനിക്കറിയില്ല. സ്തോത്രം. എന്നാലും ഞാൻ വൈകുന്നേരം മാക്സിമം ഓടിച്ചിട്ട് പിടിക്കാം. സ്തോത്രം. 6 കാര്യം ഒക്കെ ഒന്ന് നോക്കാം.
ദൈവസന്നിധിയിൽ ഇപ്പോൾ ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിർബന്ധനാകാൻ സമയം തീരുന്നതുകൊണ്ട് ഈ ഒന്നാം ഭാഗം മാത്രം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. വെറുതെ സ്തോത്രം, നമ്മളൊക്കെ സീനിയേഴ്സാണ്, നമ്മൾ വർഷങ്ങളായി കൂടെ ഇരുന്നതാണ്. അതുകൊണ്ട് കർത്താവ് പോയി ഇനിയിപ്പോൾ ആ സ്ഥാനത്തേക്ക് പേരിനൊരാളെ ഇരുത്തിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പേരിനൊപ്പിക്കുകയല്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, കാലം മാറുന്നത് കാണുന്നു. ഒരിക്കലും പ്രതീക്ഷയില്ലാത്തവനെ പ്രാർത്ഥന നടന്നപ്പോൾ ദൈവം അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, PNG ഒരു മെഗാ പ്രസ്ഥാനമാണ്, അന്തർദേശീയ സഭയാണ്. സ്വർഗം നിങ്ങളുടെ ആശങ്കയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് പറയുന്നു, സ്വർഗമാണ് അധ്യക്ഷനെ ആക്കുന്നത്. അത് എവിടെ ആകണ്ടേ, അധ്യക്ഷൻ ആരാകണം, ഇത് നിശ്ചയിക്കുന്നത് മനുഷ്യനാരുമല്ല, നമ്മുടെ ആരുടെ കണക്കുകൂട്ട്. നമ്മൾ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാതിരുന്നാൽ നമ്മൾ വിചാരിക്കാതെ ദൈവപ്രസാദമുള്ളവരുണ്ട്. അവരെ ദൈവമായ കർത്താവ് കാലം മാറുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തിയുടെ ഗിയർ ചേഞ്ച് ആകുമ്പോൾ പ്രതീക്ഷിക്കാത്തവരെ ആ നിലയിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അത് ദൈവത്തിന്റെ കടാക്ഷം അനുഗ്രഹമായിരിക്കട്ടെ. സ്തോത്രം. ഞാൻ ആത്മാവിൽ പറയുന്നു, ഒട്ടും വിചാരിക്കാത്ത, എൻ്റെ അർത്ഥം എല്ലാവരും പ്രസിഡന്റ് ആവുന്നു സെക്രട്ടറി ആവുന്നല്ല, പക്ഷേ കർത്താവ് ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് വളരെ സൈലൻ്റായി, യാതൊരു തിടുക്കവും ഇല്ലാതെ, കുത്തിത്തിരികലൊന്നും നടത്താതെ, ആരുടെയും കാലെ ചവിട്ടാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നിന്ന, നമ്മളാരും അറിയാതെ കിടന്ന മത്തിയാസ് എന്നൊരു പേര് ബൈബിളിൽ ഒരു ഭാഗത്തും അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുവരെ കേൾക്കാത്തൊരു പേര് ഈ കാലത്ത് ദൈവം പുറത്തു കൊണ്ടുവന്നു. ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങളുടെ പിള്ളേരാകട്ടെ, നിങ്ങളാകട്ടെ, ആരുമാകട്ടെ, നിങ്ങളുടെ സ്ഥലക്കകത്ത് ജനറൽ ബോഡിയോ കമ്മിറ്റിയോ ഒന്നും വെച്ചോണ്ടിരിക്കരുത്. സ്തോത്രം. അവരായിരിക്കുന്ന രാജ്യത്തെ ആളുകളെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, പ്രതീക്ഷയുള്ള പലരെയും പുറകോട്ട് മാറ്റിക്കൊണ്ട് അവരെ നല്ല സ്ഥാനീയരാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ, പ്രതീക്ഷയുള്ളൊരു ദൈവമക്കളുണ്ടെങ്കിൽ, കർത്താവിനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, അവരെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഉറപ്പ് തരികയാണ്. ഹല്ലേലൂയ. അനന്തരമായ ആ പ്രാർത്ഥനയിൽ നടന്നതാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ആത്മനിറവ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് നിങ്ങൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ കണ്ണുകളെ അടയ്ക്കാം. ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ട് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർ പോകാവൂ. സ്തോത്രം. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കുക. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ സമയം മുതൽ എവിടെ നിന്നാണ് തുടങ്ങിയത്? അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിനകത്തൊരു പാരഗ്രാഫിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നാണ് തുടങ്ങിയത്. വചനം അതിൻ്റെ തെളിവാർന്ന ശക്തി വെളിപ്പെടുത്തിയാൽ പല കാര്യങ്ങളും ഒതുങ്ങിപ്പോകും. വചനം ചിലതിനെ കീഴ്പ്പെടുത്തും. അതാണ് നല്ല ഭാഷ. ഇന്ന് രാത്രി രോഗങ്ങളെ ഇന്ന് പകൽക്കാലം കീഴ്പ്പെടുത്തട്ടെ. രാത്രിയിൽ നിങ്ങൾ യോഗത്തിന് വരണം. ഇതേ വചനം ചില വിഷയങ്ങളെ കീഴ്പ്പെടുത്തണം. നിരാശ, സ്തോത്രം, പ്രതീക്ഷയില്ലാത്ത സ്ഥിതി, ഇത്രയും പ്രവർത്തിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ള തോന്നൽ, ഇതിനെല്ലാം കീഴ്പ്പെടുത്തിയിട്ട് നിനക്ക് പ്രതീക്ഷ തന്ന് നിന്നെ ദൈവത്തിൻ്റെ കയ്യിലെ മോതിരമാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട പത്രോസിനെ ദൈവമായ കർത്താവ് പ്രത്യാശ കൊണ്ട് നിറച്ചു. അവൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ മാർഗം തീരത്തില്ല, നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് ഈ വിടവ് നികത്തണം, വചനം നിവൃത്തിയാകണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ തീരുമാനം വന്നപ്പോഴേ ദൈവത്തോട് ചോദിച്ചു, അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നവൻ ആരാണ്? അവൻ്റെ മടിയിൽ ഞറുക്ക് വീണു. ഞാനിങ്ങനെ പറയാം, നിന്റെ ജീവിതത്തിൽ ഞറുക്ക് വീഴുന്ന ഒരു മാസമായി ഈ 12-ാം മാസത്തെ സ്വർഗം മാറ്റിവെക്കട്ടെ. ഉപവാസം ഈ ആദ്യത്തെ ആഴ്ച കഴിയും. ഇത് കഴിയുമ്പോൾ നിന്റെ കുഞ്ഞിന് ഞറുക്ക് വീണു, അവൻ്റെ പേപ്പർ ശരിയായി, അവനെ ദൈവമായ കർത്താവ് പ്രത്യേക നിലവാരത്തിലെത്തിച്ചു. ശുശ്രൂഷയാകട്ടെ, എന്താകട്ടെ, അതിലേക്ക് ദൈവം നയിക്കും. ഏത് വിഷയമാണെങ്കിലും
ഒരു നിമിഷം നിങ്ങൾ ആ പേര് പറഞ്ഞ് മടുപ്പില്ലാതെ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് ഇത് ചെയ്യാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഞറക്ക് വീഴും, പേപ്പർ ശരിയാവും, സ്തോത്രം, സ്റ്റാമ്പ് അടിക്കും, ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്ക്, കർത്താവ് വഴി തുറക്കും. നീ നിരാശപ്പെടാതെ, സ്തോത്രം, നീ ഭാരപ്പെടാതെ, വഴി ഉണ്ടാകും. നീ പത്രോസിനെ പോലെ പടകും വലയെടുത്ത് പോകാതെ, എമ്മൗസിലെ ശിഷ്യന്മാരെ പോലെ ഇറങ്ങിപ്പോകാതെ, യേശു നിന്റെ പുറകെ നടന്ന് വിളിച്ചിട്ട് പറയുന്നു, നിന്റെ കൂടെ വാ. സ്തോത്രം, ഞാൻ നിന്നെ വിളിച്ച് തിരിച്ച് മുറിക്കകത്ത് കയറ്റിയത്, സഭയ്ക്കകത്ത് ഇരുത്തിയത്, ഈ ഉപവാസത്തിൽ നിന്നെ പ്രാർത്ഥനയ്ക്കിരിക്കാൻ, ഉപവാസം ഇരിക്കാൻ നിനക്ക് സമയം തന്നത് നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാണ്. നിന്റെ കാലം മാറുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആ കാലത്ത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന കാലത്ത് അവസരങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥിക്കുന്ന കാലത്ത് അപ്രതീക്ഷിതമായി പലർക്കും ചാൻസ് കിട്ടും. പ്രാർത്ഥിക്കുന്ന കാലത്ത് വചനം നിവർത്തിയാകും. പ്രാർത്ഥിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ വചനം പ്രബലപ്പെടും. പ്രാർത്ഥിക്കുന്ന കാലത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്ന കാലത്ത് ചിലരുടെ മടിയിൽ ഞറുക്ക് വീഴും. ദൈവം അത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, ഈ പ്രാർത്ഥനാ ദിവസം കർത്താവിൻ്റെ ആത്മാവിൽ ഇവരെ ശുശ്രൂഷിപ്പാൻ എനിക്കൊരു അവസരം തന്നു. ഞാൻ തിടുക്കത്തോടെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് 19-ാം അധ്യായത്തിലെത്താൻ കാത്തുവെങ്കിലും അങ്ങയുടെ ആത്മാവ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതൊന്നും ഇവിടെ അപ്രസക്തമല്ലെന്ന് വിചാരിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടത് ദൈവം കൊടുത്തതിനായി സ്തോത്രം. കരഞ്ഞു വന്ന അമ്മമാർക്കായി, പ്രാർത്ഥിച്ച ദൈവമക്കൾക്കായി സ്തോത്രം. അവസാനം ദൈവം യൂദയ്ക്ക് പറ്റിയൊരു മുന്നറിയിപ്പ്, ഞങ്ങളാരും എൻ്റെ കർത്താവിനെ പിൻപറ്റുന്നതൊരു മണി മൈൻഡിലായിരിക്കാൻ ഇടയാക്കരുതപ്പ. അധ്യക്ഷസ്ഥാനം പോകുന്ന ഒരു പണിയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകല്ലേ അപ്പ. ആരാലും ഞങ്ങൾ തള്ളപ്പെടല്ലേ. എൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തൻ കൊണ്ടുപോകല്ലേ. ഞങ്ങൾ അതിനായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സഭയിൽ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ മാന്യത, ഞങ്ങൾ അൺഫിറ്റായിട്ട് ആ സ്ഥാനത്ത് ശൗലിനെ തള്ളി ദാവീദിനെ കൊണ്ടുവന്നതുപോലെ, യൂദ പോയ സ്ഥാനത്ത് മറ്റൊരുത്തൻ വരേണ്ടി വന്നതുപോലെ, ഞങ്ങൾ അയോഗ്യരായി തള്ളപ്പെട്ടിട്ട് മറ്റൊരുത്തനെ അവിടെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥിതി ഞങ്ങളായിട്ട് വരുത്തി വെക്കാതെ ഞങ്ങളെ ആക്കി വെച്ചതിൽ വിശ്വസ്തരാകാൻ ദൈവം ഇടയാക്കണം. ദൈവം അത് ചെയ്യും. ഈ പ്രാർത്ഥന നടക്കുന്ന കാലത്ത്, തിരുവനന്തപുരം പാളയം PMGയിൽ പ്രാർത്ഥന നടക്കുന്ന കാലത്ത് ഇതുവരെ സംഭവിക്കാത്ത ചിലത്, ഇതുവരെ ഞറക്ക് വീഴാത്ത ചില വിഷയങ്ങൾ, ഇതുവരെ ദൈവം ഇടപെടാത്ത ചില കാര്യങ്ങൾ, കുറെ നാളായി ദൈവത്തെ പിൻപറ്റിയിട്ടും പുറകിലേക്ക് മാറിപ്പോയ ചിലർ, അവരെ ശുശ്രൂഷ കൊണ്ടും ആത്മാവ് കൊണ്ടും അധികാരം കൊണ്ടും എന്റെ ദൈവം മുമ്പിലേക്ക് കയറ്റി വരുത്തട്ടെ. 38 കൊല്ലക്കാലം തകർച്ചതോല് കൊണ്ട് മൂടിയിട്ട പെട്ടകത്തെ യോശുവയുടെ കാലത്ത് ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്നത് പോലെ മൂടിയിട്ട ചിലരെ, ഉൾവലിഞ്ഞു പോയ ചിലരെ ദൈവം ആൾക്കൂട്ടത്തിനിടയിൽ കൊണ്ടുവരുന്നൊരു യോഗ മാറ്റിയേക്കണേ. ഇത് കഴിയുമ്പോൾ സംഭവിക്കണേ. അത്ഭുതങ്ങൾ ആവർത്തിക്കണേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. സ്വർഗീയ പിതാവാം ദൈവമേ, കരമടിച്ച് ദൈവത്തിന് നന്ദിയോടുന്ന് സ്തോത്രം ചെയ്യാത്ത എല്ലാവരും കൂടി കരമടിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ ഹല്ലേലൂയ ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹല്ലേലൂയ ശബ്ദം നമ്മൾ ദൈവത്തിൻ്റെ അഭിഷിക്തനിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ വചനം ശക്തിയോടെ ഹല്ലേലൂയ പരന്ന് പ്രബലപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ
വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിച്ചല്ലോ. ഹല്ലേലൂയ, ധൃതി പിടിക്കരുതെന്നും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ നമ്മോട് സംസാരിക്കാനുണ്ടെന്നും, ഹല്ലേലൂയ, അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം. വചനം നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പത്രോസ് നിരാശപ്പെട്ട അനുഭവങ്ങളിൽ ഹല്ലേലൂയ പ്രാർത്ഥന, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, പ്രാർത്ഥന അവൻ്റെ നിരാശ മാറ്റി. യേശു കർത്താവിൻ്റെ അവൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെന്ന് അവൻ്റെ നിരാശ മാറ്റിയല്ലോ. ഈ ദിവസങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒടുവിലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നമ്മൾ മണി മൈൻഡഡ് ആകരുത്. ദ്രവ്യാഗ്രഹം ഹല്ലേലൂയ കൈപിടിയണമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചന നമ്മോട് വെളിപ്പെടുത്തിയല്ലോ. ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കാൻ ആ ഗലീലക്കാർ കർത്താവിനെ സ്നേഹിച്ചതുപോലെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടെ ഒന്ന് ചേർന്നിരിക്കുവാൻ, കർത്താവിനെ അധികമായി സ്നേഹിക്കുവാൻ ഈ ദൈവവചന കേൾവി നമ്മെ ഹല്ലേലൂയ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവദാസനെ പിന്നെയും ശക്തമായി ദൈവം അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഈ സമയം കർത്താവിൻ്റെ വിലയേറിയ അഭിഷിക്തൻ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാപ്പച്ചൻ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രൈസ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകൽക്കാല ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി അങ്ങയുടെ പാദപീഠത്തിൽ സഭയായിട്ട് ആയിരിക്കാൻ ഇവിടുന്ന് കൃപ തന്ന വലിയ കൃപയ്ക്കായി, സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. നല്ല പാട്ടുപാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ എല്ലാവിടുന്ന് കൃപ തന്നതിനാൽ സ്തോത്രം. അവിടുത്തെ വലിയ ഭക്തനെ ഇന്ന് പകലും രാത്രി ശുശ്രൂഷിപ്പാനായി തക്ക സമയങ്ങളുടെ മധ്യ അയച്ച അവിടുത്തെ വലിയേറിയ കൃപയ്ക്കായി സ്തോത്രം. അവിടുത്തെ തിരുവചനം ആത്മാവിന്റെ ശക്തിയോട് ഹല്ലേലൂയ ആഴമേറിയ വെളിപ്പാട് ശുശ്രൂഷിപ്പാൻ തക്കോണം അവിടുന്ന് കൃപ പകർന്നതിനാൽ ഞങ്ങളങ്ങേ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഓരോ ഉള്ളത്തോടും അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങളങ്ങേ നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. വചനം ഹല്ലേലൂയ നിവർത്തിപ്പാൻ തക്കവണ്ണം ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നേ കർത്താവേ. ആകയാൽ ഹല്ലേലൂയ ഞങ്ങളുടെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അങ്ങനെ ന്യായ പ്രമാണത്തില് ഹല്ലേലൂയ ഉള്ളതുപോലെ ഏറ്റെടുത്ത് നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഇടയാക്കണമേ. അവിടുത്തെ വചനത്തിന് നിവൃത്തികൾ കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം അവിടുത്തെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, പ്രാർത്ഥനയില് ആമേൻ കർത്താവേ അവസ്ഥകൾക്ക് അവിടുന്ന് മാറ്റം വരുത്തുന്ന കർത്താവാകയാൽ സ്തോത്രം. ഹല്ലേലൂയ, നിരാശകൾ മാറി പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തില് അവിടുന്ന് പകർന്നു തരുന്നവനാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ അധ്യക്ഷരാക്കി ആമീൻ ദൈവമക്കൾ എന്ന പദവിയില് പുത്രന്റെ പദവിയിൽ ഞങ്ങളെ നിർത്തിയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അതിനെ അലക്ഷ്യമായി കാണുവാൻ ഞങ്ങൾക്കിടയാകാതെ ഹല്ലേലൂയ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം വലിയ കൃപ അവർ ഞങ്ങളുടെ മേൽ പകരണമേ. തന്നെ എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം, വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം, സൗഖ്യത്തിനായി സ്തോത്രം. എല്ലാത്തിനും ഞങ്ങൾ നന്ദി കരയേറ്റുന്ന കർത്താവേ. ഹല്ലേലൂയ, രാത്രിയിലെ സൃഷ്ടിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ശക്തിയോടെ എടുത്ത് വലിയൊരു ഭക്തനെ കരങ്ങൾ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, വചനത്തിന് ഞങ്ങളെ സഭയായി കാട്ടുന്നു. ആ വചനം ഞങ്ങൾക്കതെല്ലാം വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാക്കി തീർത്താട്ട് അനുഗ്രഹത്തോടെ ആശീർവാദത്തോട് തെരഞ്ഞെടുത്തെ പറഞ്ഞയച്ചാട്ട് യേശു അപ്പച്ചന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. നമുക്ക് സമാധാനത്തോടെ പിരിയാം. ഇന്ന് വൈകുന്നേരം കൃത്യം 6:30 മണിക്ക് തന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നതാണ്. ഇന്ന് രാവിലെ ശുശ്രൂഷിച്ച ഈ ദൈവഭക്തൻ തന്നെ പ്രൈസ് രാത്രി നമ്മോട് ശക്തമായ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ വരിക. നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ഈ ഉപവാസ പ്രാർത്ഥനയെ പറ്റി പറയുക, അവരെയും ക്ഷണിക്കുക. കർത്താവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.